യുവനേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി നടി റിനി ആൻ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയിക്കും. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. ഒരു കാര്യം, ഈ പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നിഴലിലാവുകയാണ്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാർ ഒരിക്കലും പേര് പറയാറില്ല. അത് ഒരുപാട് പേരെ സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. അത് തന്നെ റിനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? താങ്കൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെൻ്റെ വ്യക്തിപരമായ വിഷയമല്ല. വ്യക്തിപരമായ വിഷയമായിട്ട് ഞാനിതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്ന് പറയുന്നു. ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയും. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിൻ്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. അതിനൊരു വഴിയായി അല്ലെങ്കിൽ ഒരു കാരണമായി എന്നുള്ളതിൽ ഒരു അഭിമാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം. ഒരു സമൂഹം തന്നെ, അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുമെന്ന് പറയുകയാണ്. അതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന. അത് ശക്തമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഭയവുമില്ലാതെ കടന്നു വരണം. ഇതിപ്പോൾ എൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം പെൺകുട്ടികൾക്ക് തീർത്തും ധൈര്യമില്ല എന്നുള്ളതാണ്. അതുണ്ട്. പക്ഷേ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികൾ പറഞ്ഞ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല. പലരും ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമില്ലാത്തതുകൊണ്ട് ഐ ക്യാൻ സേ. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പെട്ടുപോയതാണെന്നും പറഞ്ഞിട്ട് സൈബറിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല. അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ. ഏതാണ് പൊളിറ്റിക്കൽ പ്രതിഷേധം? രാഷ്ട്രീയ നേതാവിനെതിരെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അതെ അങ്ങനെയാണ്. അല്ല, ഞാൻ അത് ആദ്യമേ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത്. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ്. അതിനൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ വരുന്നത് കൊണ്ട് പറയുന്നു, ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഗിമിക്സ് ആണ്. മറ്റ് പാർട്ടിക്കാർ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിങ്ങനെ സംസാരിക്കുവാണ് ഈ ധൈര്യത്തിൽ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് ആ പ്രസ്ഥാനമാണ് അത് ആലോചിക്കേണ്ടത്. താങ്കൾ ചില മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഗൂഢാലോചന ശ്രമമൊക്കെയാണ്. എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട്. ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, ആങ്കറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാർ, അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണെന്നാണ് അർത്ഥം. ഞാൻ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഒരു യുവ നേതാവ്.
അല്ല, ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലം. എന്തായാലും പരാതി പറഞ്ഞപ്പോൾ ചില നേതാക്കന്മാർ മോശം പ്രതികരണം ഉണ്ടായെന്ന് പറഞ്ഞില്ല, അത് അവന്റെ കഴിവെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അത്തരത്തിൽ ആരുടെയെങ്കിലും പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ആരിൽ നിന്നാണ് അത്തരത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായത് എന്നത്? ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. നടത്തുകയായിരുന്നു റിനി ആൻഡ് ജോർജ്. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 5, പൂയം നക്ഷത്രം. 2025 ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച. രാഹുകാലം ഉച്ചതിരിഞ്ഞ് 1:59 3:31 മധ്യയാണ്. ഇനി നമുക്ക് പുത്തൻപുലരിയിൽ തലക്കെട്ടുകൾ നോക്കാം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. ദ്വിദിന സന്ദർശനത്തിനായി കൊച്ചിയിലെത്തുന്ന അമിത്ഷാ നാളെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ ചികിത്സാ വിവരങ്ങൾ മറച്ചുപിടിച്ച് സർക്കാർ. വിവരാവകാശ രേഖകളിൽ വ്യക്തമായ മറുപടിയില്ല. മുഖ്യമന്ത്രിക്കടക്കം ചികിത്സയ്ക്കായി ചെലവഴിച്ചത് 2,14,30,660 രൂപ. ധർമ്മസ്ഥലയിൽ കള്ളങ്ങൾ പൊളിയുന്നു. 17 ഇടങ്ങളിലും SIT നടത്തിയത് ആഴത്തിലുള്ള ഖനനങ്ങൾ. സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിൽ തെളിവുകൾ ലഭിച്ചില്ല. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് കള്ളമെന്ന് പ്രദേശവാസികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും ഹണി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നടി റിനി ആൻഡ് ജോർജ്. കത്ത് ചോർച്ച വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. പരസ്യ പ്രതികരണം വേണ്ടെന്ന പൊളിറ്റ് ബ്യൂറോ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. ഇന്ത്യ റഷ്യ വാണിജ്യ കമ്മി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് $58.9 ബില്യൺ വാണിജ്യ കമ്മി. റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് മോസ്കോയിൽ കൂടിക്കാഴ്ച. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രവും കൊച്ചിയും നേർക്കുനേർ. പുത്തൻപുലരിയിൽ ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഇന്ന് അമിത്ഷാ കൊച്ചിയിലെത്തുന്ന ദിവസമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ BJP പ്രവർത്തകർക്ക് ഊർജം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. ദ്വിദിന സന്ദർശനത്തിനായി എത്തുന്ന അമിത്ഷാ നാളെ മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് നമുക്കൊപ്പം ചേർന്നത്. ജിജീഷ്, അമിത്ഷാ വൈകിട്ടോടുകൂടി ആണോ എത്തുക? എപ്പോഴാണ് നാളെ നേതൃയോഗം നടക്കുന്നുണ്ട്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, വലിയ ഒരു ആവേശം തന്നെയാണ് അദ്ദേഹം ഓരോ തവണ വരുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ ദേശീയ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യമാകെ ആവേശം വിതറി പ്രവർത്തകരെ ആവേശത്തിലാക്കിയ നേതാവാണ് അദ്ദേഹം. ഓരോ തവണ വരുമ്പോഴും പ്രവർത്തകർക്ക് അത് നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വലുതാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഒടുവിൽ അദ്ദേഹം കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് 2 പൊതുപരിപാടികളിൽ പങ്കെടുത്തു. അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാനുമെല്ലാം ആഹ്വാനം ചെയ്ത് അദ്ദേഹം പോയതാണ്. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്
വേണ്ടി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ നേരത്തെ തന്നെ BJP പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വാർഡ് തലം മുതൽ തന്നെ ശക്തമായ പ്രവർത്തനത്തിലേക്കായിരുന്നു പാർട്ടി കടന്നിരുന്നത്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഒരു അവലോകനം, സംഘടനാതല അവലോകനം എന്നീ പ്രവർത്തനങ്ങൾക്ക് കൂടിയായാണ് അമിത്ഷാ കൊച്ചിയിലെത്തുന്നത്. ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ എത്തും. നാളെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടി. നാളെ നേതൃയോഗത്തിലാണ് പങ്കെടുക്കുന്നത്. കൊച്ചി റിനയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ രാവിലെ അദ്ദേഹം നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളുമായി, അത് പ്രഭാരിമാരുണ്ട്, മേഖലാ ഭാരവാഹികളുണ്ട്, ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള നേതാക്കളുമായി അവരുടെ എല്ലാം തന്നെ ആശയവിനിമയം നടത്തിയ ശേഷം അവരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും പ്രവർത്തകർക്ക് വലിയ ആവേശം തന്നെയായിരിക്കും. കാരണം നേരത്തെ കൊച്ചിയിൽ എത്തിയ സമയത്ത് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി ഒരുങ്ങുകയാണ്. കേരളത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്, വലിയ മുന്നേറ്റം നടത്തുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു, വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വളരെയേറെ മുന്നോട്ട് പോകാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്, BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ പ്രവർത്തനത്തിലേക്ക് എത്തുന്ന ഒരു പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി BJPക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതുവരെയുള്ള നേട്ടം. അതെല്ലാം തന്നെ അമിത്ഷാ അടക്കമുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വലിയ ഒരു നേതൃത്വത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പുതിയ നേതൃത്വം എല്ലാം തന്നെ വരികയും ചെയ്തിരുന്നത്. മുൻ നേതൃത്വത്തിൻ്റെ അതേ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നേതൃത്വവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി അമിത്ഷാ കൊച്ചിയിൽ അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം ഈ ഒരു പൊതുപരിപാടിയിൽ നേതൃയോഗത്തിൽ പങ്കെടുക്കും. എങ്ങനെയെല്ലാമാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ, കാരണം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാലികറ മലയല്ല. മുന്നോട്ടുള്ള അതിവേഗത്തിലുള്ള യാത്ര എന്ന് പറയുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് തലത്തിലും എല്ലാം തന്നെ വലിയ വിജയം നേടുക എന്നത് തടസ്സമുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നത്. അങ്ങനെ ശക്തമായ ഒരു പ്രവർത്തനത്തിലേക്ക് കൂടിയുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത്. ശരി ജിജിച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ BJP പ്രവർത്തകർക്ക് ഊർജം പകരുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിൽ എത്തുക. ദ്വിദിന സന്ദർശനമാണ്. അദ്ദേഹം നാളെ മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒപ്പം മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ BJP പ്രവർത്തകർ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. എപ്പോഴാണ് പത്രിക സമർപ്പണം? രാഗി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11 മണിക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെയും ഒപ്പം മറ്റ് ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കൾ, മുതിർന്ന MP-മാർ, ഒപ്പം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെല്ലാം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തിപ്രകടനമായി തന്നെയായിരിക്കും പ്രതിപക്ഷവും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ, മഹാരാഷ്ട്ര ഗവർണർ കൂടിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, NDAയുടെ ഘടകകക്ഷി നേതാക്കൾ, BJP NDA സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അത്തരത്തിൽ ഒരു വലിയ ശക്തി പ്രകടനത്തോടു കൂടിയായിരുന്നു NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതോടുകൂടി
കൃത്യമായൊരു ചിത്രം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ഭി സുദർശൻ റെഡ്ഡിയും NDAയുടെ ഭാഗത്തുനിന്ന് മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനും എന്ന 2 സ്ഥാനാർത്ഥികളുടെയും ചിത്രം തെളിഞ്ഞു. നിലവിൽ അംഗബലം പരിശോധിക്കുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. നിലവിൽ ലോക്സഭയിൽ 290 മുകളിൽ അംഗബലം NDAയ്ക്കുണ്ട്. രാജ്യസഭയിൽ 130-ൽ കൂടുതലുണ്ട്. ലോക്സഭയിൽ NDA ഘടകകക്ഷികൾക്കപ്പുറത്തേക്ക് YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് 300-ന് മുകളിൽ വോട്ടുകൾ ലോക്സഭയിൽ ഉറപ്പാക്കാൻ NDA BJP സഖ്യത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ അംഗബലം വെച്ച് നിഷ്പ്രയാസം NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ ആദ്യം തന്നെ NDA സർക്കാർ മുൻപോട്ട് വെച്ചൊരു നിർദ്ദേശം, ഉപരാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് പാർലമെൻറ്റിലെ അംഗങ്ങൾ ഏകകണ്ഠമായി സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് വെച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശം ഉൾക്കൊള്ളാതെയാണ്, ആ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്. അതിലും പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ബീഹാറിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ച ആവശ്യം. അത് തള്ളിക്കൊണ്ടാണ് തെലങ്കാനയിൽ നിന്നുള്ള സുപ്രീം കോടതി മുൻ ജഡ്ജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകും. നാളെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ്. 25-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-ന് വോട്ടെടുപ്പ് നടക്കും. രാവിലെ 10 മുതൽ 5 വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 5-ന് ശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. നിലവിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെയാണ് നിലവിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. അതിനു മുൻപേ തന്നെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. NDAയുടെ ഭാഗത്തുനിന്ന് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ഭി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത്. ഭി സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം CP രാധാകൃഷ്ണൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തും. സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജയം സുനിശ്ചിതവുമാണ്. എന്തായാലും ഒരു മത്സരം അനിവാര്യമാണ്, തള്ളാൻ വയ്യ എന്ന ഒരു നിർദ്ദേശം വച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടിയും മോഡലുമായ റിനി ആൻ ജോർജ്, ജനപ്രതിനിധി കൂടിയായ യുവ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് തുറന്നു പറയാൻ തീരുമാനിച്ചത് എന്ന് റിനി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണോ യുവ നേതാവ് എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നാണ് മറുപടി. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റിനി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഞാൻ വാൺ ചെയ്തിരുന്നു, ഫയർ ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിപ്ലൈ ആണ് ഞാനിങ്ങനെ സംസാരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. പുള്ളി പറഞ്ഞു, സ്ത്രീപീഡകരായിട്ടുള്ള പ്രമാദമായ സ്ത്രീപീഡന കേസിൽ അകപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൽ സത്യത്തിൽ ഞാൻ കിടങ്ങിപ്പോയി. ശരിയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് വിചാരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആവാലോ, നമുക്ക് സംരക്ഷണം കിട്ടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നുള്ളത്. അതാണ് എന്നെ വളരെ ഷോക്കിംഗ് ആക്കിയത്. അതായത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അല്ലേ? ഉണ്ടാകാം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനിലേക്ക് പോവുകയാണ്. ജിജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ നേതാവ് എന്ന ചോദ്യത്തിന് നോ കമന്റ്സ്. പക്ഷേ വേണമെങ്കിൽ അവർക്ക് അല്ല എന്ന് തറപ്പിച്ചു പറയാം. പക്ഷേ അവർ പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അല്പസമയം മുൻപ് റിനി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
രാഖി, താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ശക്തമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അത് എങ്ങനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് കൂടി വ്യക്തമാക്കുകയാണ്. അതായത് എന്താണോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് യുവ നേതാവിൻ്റെ ചെയ്തികളെക്കുറിച്ച് കൃത്യമായി അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, കൃത്യമായി അതായത് പല തവണ തനിക്ക് ദുരനുഭവം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ചെയ്തത്. പ്രധാനമായും റിനി ആൻഡ് ജോർജ് കുറച്ചു മുമ്പ് മാധ്യമങ്ങളുമായി പ്രതികരിച്ചപ്പോൾ മാത്രമല്ല, ഈ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായ മോശം പെരുമാറ്റത്തിനൊപ്പം താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ സൈബർ ഇടത്തിൽ നിന്ന് വലിയ സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. അത് ഈ നേതാവിൻ്റെ അണികളും നേതാവും എല്ലാം തന്നെയാണ് അതിന് പിന്നിൽ എന്ന കാര്യമാണ് റിനി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറല്ല, നേരിട്ട് പരാതിയുമായി മുന്നോട്ട് പോകില്ല. കാരണം ഒരിക്കലും നീതി കിട്ടുമെന്ന്, അത്തരത്തിൽ പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല. എന്നാൽ ഈ നേതാവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവാണ്, യുവ നേതാവാണ്, ഇങ്ങനെയാണോ സ്ത്രീകളോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മറ്റു നേതാക്കൾക്ക് ഇത്തരം നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരതിനെയെല്ലാം തരണം ചെയ്തല്ലേ മുന്നോട്ട് പോയത്, അതുപോലെ തനിക്കും കഴിയുമെന്നെല്ലാം പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു നേതാവിനെയാണ് തനിക്ക് കാണേണ്ടി വന്നത് എന്ന കാര്യമാണ് കൃത്യമായി തന്നെ അല്പം സമയം മുമ്പും റിനി പ്രതികരണത്തിൽ പറയുകയും ചെയ്തത്. അങ്ങനെ കൃത്യമായി തൻ്റെ ആരോപണങ്ങളിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും തനിക്ക് നേരെ വരുന്ന സൈബർ ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കാൻ പര്യാപ്തമാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. സംഘടനാപരമായ നടപടി നേതാവിനെതിരെ എടുക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ പാർട്ടിയുടെ നേതാക്കളുമായി പലപ്പോഴും ഈ പരാതി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ദുരനുഭവങ്ങൾ അവർ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നേതാക്കൾ ഈ യുവ നേതാവിനെ സംരക്ഷിക്കുന്നത് എന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റു പലരിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്നുകൂടി റിനി വ്യക്തമാക്കുന്നുണ്ട്. താൻ മാത്രമല്ല ഈ യുവ നേതാവിൽ നിന്ന് ഇത്തരത്തിൽ മോശം അനുഭവം നേരിട്ടത് മറ്റു നിരവധി പെൺകുട്ടികൾ ചിലർ തന്നെ വിളിച്ചു, അവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ പുറത്തേക്ക് പറയുന്നതിന് പരിമിതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വലിയ സമ്മർദ്ദങ്ങൾ അവരും അതിജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ അത്ര പോലും കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ അവർ ഒരുപക്ഷെ തയ്യാറാകില്ല എന്നതാണ് അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്ന കാര്യമാണ് റിനി മറ്റൊരു കാര്യമായി പ്രധാനമായും പറയുന്നത്. തന്റെ ഭാഗത്ത് സത്യമുണ്ട്, ആ സത്യത്തിന് വേണ്ടി എന്ന് നിലകൊള്ളും, താൻ ഒരു കാര്യവും തെറ്റായി പറഞ്ഞിട്ടില്ല. അതായത് ജിജീഷ്, അവർ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യം, അവർക്ക് നേരിട്ടതുപോലെയല്ല മറ്റ് പെൺകുട്ടികളുടെ അവസ്ഥ. അവർ ഉപയോഗിക്കപ്പെട്ടു, യൂസ്ഡ് എന്ന ടേമാണ് റിനി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതായത് നിരവധി ആരോപണങ്ങൾ, നിരവധി സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. പക്ഷേ അവർക്ക് നേരിട്ട ആ ദുരനുഭവം തുറന്നു പറയാൻ പറ്റുന്നതല്ല. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദം താൻ പോലും താങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയേറെ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പെൺകുട്ടികൾ തുറന്ന് പറയില്ല എന്ന് തർപ്പിച്ചു പറയുന്നുമുണ്ട് റിനി എന്നുള്ളതാണല്ലേ? രാഖി, തീർച്ചയായും ഇക്കാര്യത്തിൽ റിനി പറഞ്ഞത് അതുതന്നെയാണ്. അവർ ലൈംഗിക ചൂഷണത്തിന് തനുമായി സംസാരിച്ച ആളുകൾ ഇരയായിട്ടുണ്ട്. എന്നാൽ തനിക്ക് നേരിടേണ്ടി വന്നത് സൈബർ ഇടത്തിലെ അശ്ലീല ചുവയോടെയുള്ള സംഭാഷണങ്ങളെയും അതുപോലുള്ള പോസ്റ്റുകളെയുമാണ് എങ്കിൽ ലൈംഗിക ചൂഷണത്തിന് പോലും നിരവധി പെൺകുട്ടികൾ ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, മറ്റു സമൂഹത്തിൽ വീണ്ടും ജീവിക്കേണ്ട ആളുകളാണ്. സമൂഹം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളോട് പ്രതികരിക്കാറുള്ളത് എന്ന് പൊതുവായി എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ കഴിയുക എന്ന കാര്യം തന്നെയാണ് റിനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പരാതിയുമായി വരുമെന്ന് താൻ ഒരിക്കലും കരുതുന്നില്ല. എന്നാൽ ചിലരെങ്കിലും തന്നോട് ഈ നേതാവിൽ നിന്ന് ഉണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെയും റിനി പറഞ്ഞത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ചില നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കുമെതിരെ എല്ലാം തന്നെ ഈ നേതാവ് ഇത്തരത്തിൽ നേതാവിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പലരും അത് പുറത്ത് പറയാതിരുന്നതാണ്. പലവിധ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു പടി കൂടി കടന്ന് കൃത്യമായി തന്നെ ഈ ഒരു പെൺകുട്ടികൾ, തന്നെ വിളിച്ച പെൺകുട്ടികൾ അവർ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി റിനി നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വലിയ പരിമിതികൾ ഉള്ളത്. എത്രമാത്രം പരാതിയുമായി അവർ രംഗത്ത് വരുമെന്ന കാര്യം വ്യക്തതയില്ല. മാത്രമല്ല, താൻ പരാതി നൽകിയാലും ഇതേ അനുഭവം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഒരു നേതാവ് ഇത്തരത്തിലാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മറ്റ് പല നേതാക്കന്മാരും ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതികളിൽ ഉൾപ്പെട്ടപ്പോൾ, ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ അവരെല്ലാം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി എന്ന് വളരെ ലാഘവത്തോടെ സംസാരിക്കുന്ന ഒരു യുവ നേതാവിനെയാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന കാര്യം
കാര്യം തന്നെയാണ് പറയുന്നത്. വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ക്രിമിനൽ ബുദ്ധിയുള്ള നേതാവാണ്. കാരണം വളരെ ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുമെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരുട്ടത്ത് മാറി നിന്നെല്ലാമാണ് പെൺകുട്ടികളോട് സംസാരിച്ചിരുന്നത്. ഈ പോസ്റ്റുകൾ പോലും അത് വീണ്ടും റിപ്പീറ്റ് എടുത്ത് നോക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാനോ കഴിയുമായിരുന്നില്ല. നിൽക്കുന്നു എന്നാണ് റിനി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആ യുവ നേതാവിന്റെ പേര് ഇപ്പോൾ പറയാൻ തയ്യാറല്ല എന്ന് റിനി പറയുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു ആരോപണം കൂടി വരുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു, കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്ന് ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിയമ നടപടി ആലോചിച്ചിട്ടില്ല. പക്ഷേ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ. പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷാഫി രാഹുലിനെ സംരക്ഷിച്ചതായും ഹണി ഭാസ്കർ ആരോപിച്ചു. എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. അതുകൊണ്ടാണ് ഇനി ഏറ് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതിപ്പോൾ എൻ്റെയും കൂടെ വിഷയമാണല്ലോ. ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം ചെറുതല്ല. കൂടുതൽ ഇരകളുണ്ട് എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിന് ചില തെളിവുകളുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയേണ്ടതിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. കൂടുതൽ ഇരകൾ രംഗത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. CPM-ലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തിനോട് പൊളിറ്റ് ബ്യൂറോ. PB-യുടെ നിർദ്ദേശപ്രകാരമാണ് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടിയും. 2 വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കിയെന്നാണ് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അറിയിച്ചത്. വിവാദങ്ങൾ നിലനിൽക്കെ ഇന്ന് തലസ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഗോവിന്ദനും പരിവാരങ്ങളും. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രാഖി. വലിയ രീതിയിലുള്ള വിവാദമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2022 വ്യവസായി കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷർഷാദ് ഈ പരാതിയും മറ്റു വിഷയങ്ങളും പാർട്ടി അറിയിക്കുന്നതോടൊപ്പം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാജേഷിനും ഈ പരാതി കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പരാതി പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തതിനു ശേഷം ഈ പരാതി പൂഴ്ത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 വിഷയങ്ങളൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുകയും ആ പരാതി പിന്നീട് മാറ്റുകയും ചെയ്യുമ്പോൾ പിന്നീട് ആ പരാതി തന്നെ ഈ ഡിഫാമേഷൻ കേസിൽ തെളിവായി എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഈ പരാതി അവിടെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2025 മധുരൈ പാർട്ടി സമ്മേളനത്തിൽ വെച്ച് പാർട്ടി കോൺഗ്രസിൽ വെച്ച് അശോക് ധാവലയെ ഒരു പാർട്ടിയുടെ ലോക്കൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ മാത്രം അംഗമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വ്യവസായി ആയിട്ടുള്ള ഒരാൾ അശോക് ധാവലയെ പോലെ ഒരാളെ നേരിട്ട് കാണണമെങ്കിൽ അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ളൊരു വ്യക്തി സഹായിച്ചിരിക്കണം. കാരണം 2018 മുഹമ്മദ് ഷർഷാദിനും കുടുംബത്തിനും പാർലമെൻറ്റ് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് PK ബിജുവിൻ്റെ PAയും അതോടൊപ്പം തന്നെ അന്ന് ലോക്കൽ ഗവൺമെൻറ് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംചത്തും ചേർന്നാണ്. അത്തരത്തിൽ പാർലമെൻറ്റ് കാണാൻ വേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുത്ത നേതൃത്വമുള്ള ഒരു പാർട്ടി കൂടിയാണ് CPM പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അശോക് ധാവലയെ കാണാനായിട്ട് സഹായിച്ചത് ആര് എന്നൊരു ചോദ്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. രാജേഷ് കൃഷ്ണയ്ക്ക് പുറമെ പാർട്ടിയിൽ നിന്ന് രാജേഷ് കൃഷ്ണയ്ക്കും ഈ ശ്യാംചത്തിനും പുറമെ പാർട്ടിയിൽ നിന്നും ആരാണ് PB നേതൃത്വത്തിലുള്ള ഒരു നേതാവിനെ കാണാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തത്? അതായത് ഈ അശോക് ധാവലയ്ക്ക് പരാതി നൽകണമെങ്കിൽ അത് വെറും ഒരു പാർട്ടിക്കാരനായാൽ പറ്റില്ല, അങ്ങനെ തന്നെ അല്ലേ ടിൻഡു?
തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഒരു പി ബി അംഗത്തിന് ഒരു പരാതി നൽകണമെങ്കിൽ, അത് നേരിട്ട് കണ്ട് പരാതി നൽകണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളെ സഹായിച്ചിരിക്കണം. അത് ആര് എന്ന് പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 2022 തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അറിയുകയും അത് വലിയ രീതിയിൽ പരിഹരിക്കപ്പെടാനായിട്ട് പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഇത് പുറം ലോകം അറിയാതെ മറച്ചു വെക്കുന്ന സാഹചര്യം വരികയും പിന്നീടും KK രാജേഷ് പാർട്ടി നേതാക്കന്മാരോട് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന കണ്ട അസഹിഷ്ണുത പൂണ്ട മുഹമ്മദ് ഷെർഷാദ് വീണ്ടും പരാതി കൊടുക്കുകയായിരുന്നു 2025. ആ പരാതി കൊടുത്ത ആളിനെ ആരാണ് മുഹമ്മദ് ഷെർഷാദിനെ സഹായിച്ചതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് അത് വലിയ രീതിയിൽ ദോഷം വരുന്ന കാര്യമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പക അത് പാർട്ടിയെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ മറുപടിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് PB ഉപദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ജനറൽ സെക്രട്ടറിക്ക് CPM ജനറൽ സെക്രട്ടറിക്ക് ഈ പരാതി മുഹമ്മദ് ഷെർഷാദ് നേരിട്ടല്ല നൽകിയിട്ടുള്ളത്, രണ്ടാമത് നൽകിയിട്ടുള്ളത് ഇമെയിൽ മുഖാന്തരമാണ്. ആ ഇമെയിലും ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്ക് നൽകുന്ന രഹസ്യമായ പരാതികളൊക്കെ ചോരുന്നത് കാരണം പാർട്ടിക്ക് ഉൾപാർട്ടി രാഷ്ട്രീയം തന്നെയാണ്. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള P ജയരാജനും EP ജയരാജനും ഒക്കെ പ്രതികരിച്ചിട്ടുള്ളത് അത് എന്ത് തന്നെ ആയാലും പരിശോധിക്കപ്പെടണം. വ്യക്തിപൂജകൾക്ക് അല്ലെങ്കിൽ വ്യക്തി രാഷ്ട്രീയങ്ങൾക്ക് പുറമെ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് പുറമെ പാർട്ടിയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം CPM-ലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട, ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിനോട് പോളിറ്റ് ബ്യൂറോ. എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം. പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചർച്ചയാകും, ഉറപ്പായിട്ടും കൂടുതൽ പ്രതികരണങ്ങൾ വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് അന്ത്യശാസനമാണ് പോളിറ്റ് ബ്യൂറോ നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഷർഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടിയും അതോടുകൂടി കെട്ടടങ്ങും എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കി എന്നാണ് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അറിയിച്ചത്. വിവാദങ്ങൾ നിലനിൽക്കെ ഇന്ന് തലസ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. ടിൻഡുദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ ജയിലിലെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടി അന്വേഷണ കമ്മീഷൻ. ജയിലിലെ മിക്കയിടങ്ങളും തകർന്ന നിലയിലാണ്. ചാർലി തോമസ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത് ആക്സോ ബ്ലേഡ് അല്ല എന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ആയുധം എങ്ങനെ ജയിലിൽ എത്തിയെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി PS അർജുൻ ചേരുകയാണ്. അർജുൻ, അതായത് കൃത്യമായ സഹായം ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിരിക്കണം എന്ന് അന്വേഷണ കമ്മീഷനും സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉറപ്പില്ല എന്നുള്ളതാണ് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ജയിലിൽ അധികൃതരുടെ അടുത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തങ്ങൾ അനുമാനിക്കുന്നത്. പക്ഷേ ജയിൽ അധികൃതർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാൾ ജയിൽ ചാടിക്കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ ജയിൽ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് തികച്ചും ഇവരുടെ ഭാഗത്ത് നിന്ന പിഴവ് തന്നെയാണ്. ഈ 3 മണിക്കൂറിലധികം ഈ ജയിൽ കോമ്പൗണ്ടിൽ ഉണ്ടായിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഇതിനുശേഷം ഇയാൾ പുറത്തു പോയപ്പോഴും ഇവരെ പോലീസിന് വിവരം അറിയിക്കാൻ താമസമുണ്ടായിരുന്നു. ഇതും വലിയ രീതിയിലുള്ള ഒരു അലംഭാവം സൃഷ്ടിച്ചു. ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല എങ്കിൽ നേരത്തെ തന്നെ ഇയാളെ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമായിരുന്നു. മാത്രമല്ല മറ്റൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ആക്സൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ 4 ഇഞ്ച് കനമുള്ള ഒരു കമ്പി മുറിക്കുക എന്ന് പറയുന്നത് അസംഭവമാണ്. അത്തരത്തിൽ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ കമ്പി മുറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ കണ്ടെത്തലുള്ളത്. ഇതിന് മറ്റൊരു ആയുധം വന്നിട്ടുണ്ടാകാം. ഈ ആയുധം എങ്ങനെ എത്തി എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഇതാണ്. ഇത്തരത്തിലുള്ള ഒരു കമ്പി മുറിക്കാൻ എത്ര നാൾ കഴിഞ്ഞാലും ഈ ആക്സൽ ബ്ലേഡ് കൊണ്ട് മുറിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. പക്ഷേ ഏത് രീതിയിൽ ഈ ആയുധം എത്തി എന്നുള്ളത് ഇന്റേണൽ ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ജയിൽ വകുപ്പ് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പോലീസ് വകുപ്പ് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അന്വേഷണ കമ്മീഷൻ പ്രധാനമായും ഈ സ്ഥലത്ത് പരിശോധിച്ചത് ജയിലിന്റെ കാലപ്പഴക്കം, അതേ തുടർന്ന് ഈ ജയിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ജയിലിലെ പലയിടത്തും ശോചനീയാവസ്ഥയിലാണ്. പല സ്ഥലങ്ങളും ഇടിഞ്ഞു വീഴാൻ പോകുന്ന സാഹചര്യത്തിലാണ് ജയിൽ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെയുള്ള ആളുകളെ പാർപ്പിച്ച് ഈ ഒരു പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് വേണ്ടത്ര പോലീസ് വിന്യാസം ഇല്ല, അല്ലെങ്കിൽ ജയിൽ അധികൃതർ ഇല്ല എന്നുള്ളതാണ് പ്രധാന
പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്നത് കൃത്യമായി തന്നെ ഓരോ പാറാവുകാരനും കൃത്യമായി തന്നെ ചെന്ന് ഓരോ മണിക്കൂർ ഇടവേളകൾ 2 മണിക്കൂർ ഇടവേള വിട്ട് ഈ സെല്ലുകളിൽ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പരിശോധനയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. മാത്രമല്ല ആകെ 4 പാറാവുകാർ മാത്രമാണ് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഇവർ പോലും കൃത്യമായും ഇയാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായും തന്നെയും വലിയ രീതിയിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു നോട്ടക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കമ്മീഷൻ കണ്ടെത്തുന്നത്. ശരി അർജുൻ, എന്തായാലും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അർജുൻ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. പ്രേക്ഷകരുടെ ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. സദാനന്ദൻ നെടുതലം പറയുന്നുണ്ട്, വീട്ടിൽ കയറ്റാൻ പറ്റാത്തവനെ ഇനി എങ്ങനെ നാട്ടിൽ കയറ്റാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഒപ്പം പ്രസാദ് പി എന്ന പ്രേക്ഷകൻ പറയുന്നു, വേടനുമായി കമ്മികൾ ഏറെ ദൂരം മുന്നിലാണ് എന്ന്. പ്രസാദ് പി ഈ സന്ധ്യ ബസ് പറയുന്നുണ്ട്, അവസാനം ജയിച്ച യുവ നേതാവ് എന്ന് സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണം എന്നൊക്കെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് ധർമ്മസ്ഥലയിലേക്ക് പോകാം. ധർമ്മസ്ഥലയിൽ ജനം TV സംഘം ഉണ്ട്. അവിടുത്തെ വാസ്തവം എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 17 ഇടങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് ആഴത്തിലുള്ള ഖനനങ്ങൾ. എന്നിട്ടും 100 കണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിൽ യാതൊന്നും കണ്ടെത്താനായില്ല. 2 ഇടത്ത് നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളാണ് എങ്കിൽ പുരുഷന്മാരുടേതും. വിവിധ ഇടങ്ങളിൽ കുഴിക്കാൻ ലക്ഷങ്ങളാണ് സർക്കാർ ചെലവാക്കിയത്. ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമെന്ന് പ്രദേശവാസികളും പറയുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് ജനം TVക്ക് വേണ്ടി അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധർമ്മസ്ഥലയിൽ ലക്ഷങ്ങൾ ചിലവാക്കിയാണ് കർണാടക സർക്കാർ മുഖംമൂടിക്കാരൻ എന്ന കരാറുകാരൻ പറഞ്ഞ ഓരോ ഇടത്തും കുഴിച്ചു നോക്കിയത്. അത്തരത്തിൽ കുഴിച്ച ഒരു പ്രദേശത്ത്, എൻ്റെ തൊട്ട് അടുത്തായി കാണുന്ന ഈ പ്രദേശത്ത് പോയിന്റ് നമ്പർ 13, ഇവിടെ മാത്രം 70 സ്ത്രീകളെ ഈ കുഴിച്ചിട്ടു എന്നാണ് മുഖംമൂടിക്കാരൻ പറഞ്ഞത്. പക്ഷേ ഈ 70 സ്ത്രീകളെ കുഴിച്ചിട്ട ഈ ഭൂമിയിൽ ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും മൃഗങ്ങളുടെ എല്ലും കഷ്ണം പോലും ഇവിടെ കുഴിച്ചിട്ട് ലഭിച്ചില്ല എന്നുള്ളതാണ്. 32 അടിയോളം ആഴത്തിലൊക്കെയാണ് ഇവിടെ കുഴിച്ചു നോക്കിയത്. പക്ഷേ അങ്ങനെ കുഴിച്ചു നോക്കിയിട്ടും ഇവിടെ യാതൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ നാട്ടുകാരായ കുറേ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഭാഗത്ത് എപ്പോഴാണ് കുഴിക്കാനായിട്ട് എത്തിയത്? എന്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട്? ഈ 13-ാം നമ്പർ കുറച്ച് സമയം പെൻഡിങ് വെച്ചു. എന്താ പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു കുഴിയാകുമ്പോൾ പറഞ്ഞ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഭയങ്കര ഉള്ളതുകൊണ്ട് അവർ ബാക്കിയെല്ലാം ആദ്യം കുഴിച്ചു. ഇതിൽ ലാസ്റ്റ് ഇത് വെച്ചു. പക്ഷേ ഇതിൽ 32 അടി വരെ കുഴിച്ചാലും, 32 അടി വരെ കുഴിക്കുന്ന ഒരു കിണർ കുഴിക്കുന്ന അത്ര കുഴിച്ചാലും 22 അകലവും 32 ആഴം കടിച്ചാലും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നില്ല അറിയില്ല. അവനൊരു മുഖമൂടിയും പിന്നെ അവന് പ്രത്യേകമായിട്ടൊരു പേര് വെച്ചിട്ടുണ്ട്, ഭീമൻ. പക്ഷെ ഇവിടെ അറിയപ്പെടുന്ന ആ വ്യക്തി അന്ന് ശുചീകരണ തൊഴിലാളി ഇവിടെ ഉണ്ടായവൻ അവനാണെങ്കിൽ അവന് വേറെ തന്നെ ഒരു പേരുണ്ട്. പക്ഷെ അവനൊരു കള്ള സ്വഭാവമെല്ലാം ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ ഇവിടുന്ന് പണിയിൽ നിന്ന് പിരിച്ചു വിട്ടത് അതിന് വേണ്ടി തന്നെ. അവനിവിടെ കഴിക്കുന്നതെന്നും പിന്നെ എന്തെങ്കിലും മോഷണം ചെയ്യും, അഥവാ ചിലവ് ആരെങ്കിലും ഈ സ്വർണ്ണങ്ങൾ ഇതെല്ലാം എടുത്തതുകൊണ്ട് അവൻ്റെ അടുത്തൊരു അപവാദം ഇല്ലതുകൊണ്ട് അവനെ പിരിച്ചു വിട്ടതാണ്. പിരിച്ചു വിട്ടിട്ട് പോയി. അതിൽ പിന്നെ എത്രയോ സമയത്ത് പിന്നെ അവൻ വന്നു, എന്തോ എനിക്ക് ആ ബോധമായി ഈ ബോധമായി വെറുതെ ഒരു കഥകൾ സൃഷ്ടിച്ച്. പക്ഷേ ഇവൻ്റെ ബാക്കിൽ ഒരു കൈയുണ്ട്. ബാക്കിൽ ഒരു ഷഡ്യന്ത്രമായ കഴിയാണ് ഈ ക്ഷേത്രത്തിന് ഒരു താപ്പ് പേര് വരാൻ വേണ്ടിയിട്ടും ഇതിനെ ഉടച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം, ഒന്നല്ല എത്രയോ സംഘങ്ങൾ കൂടിയിട്ടില്ല എന്തോ ഒരു ടീമിൻ്റെ ഇതാണത്. പക്ഷേ ഈ ധർമ്മസ്ഥല ഗ്രാമം എങ്ങനെ വളർന്നിട്ട് വന്നു പറഞ്ഞാൽ ഇവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രൈസ്തരുണ്ട്, ഹിന്ദു ഉണ്ട്. നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇതുവരെ ജാതി കലഹം അതുപോലെ കോമുകലം അതൊന്നും ആകാത്തൊരു നാടാണ്. ഒരുപാട് കേരളത്തിൽ നിന്ന് വന്ന ക്രൈസ്തവന്മാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, വേറെ നാട്ടിൽ നിന്ന് വന്ന ഹിന്ദുക്കളും ജീവിക്കുന്നുണ്ട്. എല്ലാം ജീവിക്കുന്ന ഒരു നല്ല നാടാണ്. ഈ പൂജ്യ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആൾ ഒരു രാജാവ് പോലെ, ഒരു ദൈവം പോലെയാണ് അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും കാണുന്നത്. ഇതല്ല പൊതുവെ എല്ലാ നാട്ടിലും അദ്ദേഹത്തിനായ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രാധീശനും അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം പിന്നെ എല്ലാറ്റിനും ഈ ബാക്കിയുള്ളവരെ ഈ കളി പറയുന്ന പോലെ അങ്ങനെ കളി പറയാനും ഇന്നൊന്ന് പറയാം നാളെ ഒന്ന് പറയാം മറ്റൊന്നൊന്ന് പറയാം അതിനൊന്നും അയാൾ നിൽക്കില്ല. അയാൾ ഏതുണ്ടെങ്കിലും ഇത് സത്യം അറിഞ്ഞ പോലെ അറിയട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് ഇതിനൊക്കെ എൻക്വയറി ആകുന്നുണ്ട് പറയുമ്പോൾ ആദ്യം 2013 തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓർഡർ കൊടുത്തു, നിങ്ങൾ ഏത് തനിക്ക് വേണമെങ്കിൽ ചെയ്തോളും, സത്യമല്ലേ പുറത്ത് വരേണ്ടത്, നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടില്ല, നല്ല ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എല്ലാം ഈ മുഖംമൂടിയും പറഞ്ഞത് കള് തന്നെ ഉണ്ട്. അവൻ്റെ കൂടെ കൂടിയ ഒരു സംഘങ്ങളുണ്ട്. ഇപ്പോൾ അനന്യ ഭട്ട് എന്ന് പറയുന്നത് അതും കളാണ്. എല്ലാം കളാണ്, ടോട്ടൽ എല്ലാം കള്.
ഈ നിങ്ങൾ ആദ്യം ഇവിടെയൊക്കെ കുഴിച്ചു നോക്കുമ്പോൾ ശരിക്കും വലിയ ക്യൂരിയോസിറ്റിയോടെ ആയിരിക്കുമല്ലോ നിങ്ങളൊക്കെ നോക്കി കണ്ടിട്ടുണ്ടാവും. ആദ്യം ഇതിനകത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടു കൂടി ഇവിടെ വന്ന് ഇങ്ങനെ പറയുകയോ ഇങ്ങനെ കുഴിപ്പിക്കുകയോ ചെയ്യില്ലല്ലോ. പക്ഷേ കുഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായത്. അത് തന്നെയല്ല, ഇത് പിന്നെ കൊലപാതകങ്ങൾ ചെയ്തു അതിൻ്റെ ശവം കുഴിച്ചിട്ടു എന്ന് പറയുന്ന കൗണ്ടർ പാർട്ട്, അതായത് കൂട്ടുപ്രതിയെ ഈ മീഡിയകൾ മുഴുവൻ സാക്ഷിയായിട്ട് ചിത്രീകരിച്ചപ്പോഴേ ഞങ്ങൾക്ക് അതിനകത്ത് സംശയം തോന്നി, ഇത് മറ്റെന്തോ കളി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മുതലേ ഞങ്ങൾ ഇതിനകത്ത് സംശയത്തെ തന്നെയാണ് കണ്ടത്. പിന്നെ ഈ ചരിത്രം അറിയാവുന്ന ഞങ്ങൾക്ക് കുഴിച്ച ഭാഗത്തൊക്കെ എന്തായിരുന്നു അവസ്ഥ? കുഴിച്ച ഭാഗത്തൊന്നും സത്യം പറയാനൊന്നും കിട്ടിയില്ല. 1-2 സ്ഥലത്ത് ചെറിയ അസ്ഥികളും കാര്യങ്ങളും കിട്ടി. അത് ഈ പുഴയിൽ കൂടെ ഒഴുകി വന്ന ശവങ്ങൾ അവിടങ്ങളിൽ തന്നെ കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രങ്ങളും അതിൻ്റെയൊക്കെ രേഖകളും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലും പോലീസിലും ഉള്ളതാണ്. ഈ കാണിച്ചതൊക്കെ ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നാണ് ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ അത് ആ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് കിട്ടിയ അസ്ഥി തൂങ്ങിച്ചത്തതായി നിന്നാണ് പറഞ്ഞത്. അതെനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലൊക്കെ ഒരു പ്രചരണമുണ്ട്, ഇത് ഭൂമി മാറിയതായിരിക്കും. മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് ഭൂമി മാറിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒന്നും കിട്ടാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇത് മാറാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇവിടെ വന്നു. അല്ലല്ല, അതൊക്കെ ചിത്രീകരിക്കുന്നവരുടെ നാടകങ്ങളാണ്. അത് ഇവിടെ ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഈ ക്ഷേത്രത്തെ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കാനും അതിൻ്റെ പിന്നെ ജനങ്ങളുടെ ഭക്തരുടെ ഒഴുക്കിനെ തടയാനും വേണ്ടിയിട്ട് ചെയ്ത ഒരു മാഫിയ ഗാങ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ കഴിഞ്ഞൊരു 3 വർഷത്തിന് മുമ്പ് മുതൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ പിന്നെ മറ്റു മതസ്ഥർക്ക് കച്ചവടം നടത്തുന്നതിനുള്ള പെർമിഷൻ അവർ ക്യാൻസൽ ചെയ്തിട്ട് ഹൈന്ദവർക്ക് മാത്രമായിട്ട് അത് വീതിച്ചു കൊടുത്തപ്പോൾ മുതൽ ഇവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള ജാതിക്കാർക്കിടയിൽ അവരുടെയും ഒരു പിന്തുണ ഇവർക്ക് കിട്ടിക്കാണുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും ആളുകളും ഒക്കെ ഇവിടെ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തദ്ദേശീയരായ നിങ്ങൾ മലയാളികൾക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. കാര്യം ഇപ്പം മലയാളികൾ ഇവിടെ ജീവിക്കുന്ന മലയാളികളുടെ ഒരു പിന്നെ ക്രൂരന്മാരായിട്ട് ഇവിടുത്തുകാർ കാണാൻ തുടങ്ങി. അതിനകത്ത് പിന്നെ അവരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. മലയാളികൾ മൊത്തം കള്ളം പ്രചരിപ്പിച്ച് അവർക്ക് അഗൈൻസ്റ്റ് ധർമ്മം മാത്രം പരിപാലിച്ച് വന്നൊരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തിയപ്പോൾ അവരങ്ങനെയല്ലേ കാണുള്ളൂ. അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ മലയാളികളായിട്ട് ഇവിടെ വന്ന് ഈ ഭൂമി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികളുടെ നിലനിൽപ്പ് ഒരു പക്ഷേ നാളെ മുതൽ പരുങ്ങലിലായാൽ അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ നമുക്കിവിടെ കുഴി തോണ്ടുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്താണ് വേറെ കുഴികളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അവിടെയൊക്കെ എന്തായിരുന്നു? ഒന്നും കിട്ടാത്തൊരു എന്തൊരു അസ്ഥി കഷ്ണം 2 ഭാഗത്ത് നിന്ന് കിട്ടിയല്ലേ? അത് മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2 ഭാഗത്ത് നിന്ന് അസ്ഥി കഷ്ണം മാത്രമാണ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും അവിടെ നിന്നും കണ്ടെത്താൻ വേറെ ഒന്നും കിട്ടിയില്ല. ഈ സാക്ഷി വളരെ താഴ്ചയിലില്ലാതെയാണ് ശവം കുഴിച്ചിട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ 10-30 അടിയിലേറെ ഇവർ കുഴിച്ചു നോക്കിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ 2ാമത്തെ പോയിന്റിലോ 3ാമത്തെ പോയിന്റിലോ തരപ്പിയപ്പോൾ അതിൻ്റെ കരയിൽ നിന്നൊരു അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്. അത് അവർ കൊണ്ടിട്ടതാണോ അതോ വേറെ വല്ലവരും അവിടെ പിന്നെ സൂയിസൈഡ് ചെയ്തിട്ട് അറിയാതെ പോയി ശവം പിന്നെ അസ്ഥിപഞ്ചരമാണോ എന്ന് അറിയാൻ വയ്യ. അങ്ങനെ 2 സ്ഥലത്തു നിന്ന് അവർക്ക് അസ്ഥിപഞ്ചരം കിട്ടിയതായിട്ട് എനിക്കറിവുണ്ട്. അത് പിന്നെ ശാസ്ത്രീയമായ തെളിവെടുപ്പിൽ അത് പുരുഷൻ്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളത് തന്നെയല്ലേ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാവും. അത് തന്നെയാണ്. ഏതായാലും ഇതിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. മാത്രമല്ല, വലിയ രീതിയിൽ കുഴിച്ചൊക്കെ നോക്കി ലക്ഷങ്ങൾ ചിലവാക്കി കുഴിച്ചു. പക്ഷേ ആ കുഴിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ഭാഗത്ത് അസ്ഥി കണ്ടെത്തി. പക്ഷേ അതൊന്ന് കഴുത്തിൽ ഒരു കെട്ടുള്ള രീതിയിലാണ്. അതാരോ ഈ കാടിനുള്ളിൽ തൂങ്ങി മരിച്ച വ്യക്തിയാണെന്നുള്ളത്, ഒരു പുരുഷനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത് അതും ഒരു പുരുഷൻ്റെ അസ്ഥിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 100 കണക്കിന് സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാവുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്നതെന്ത്? പിന്നിലുള്ള ഗൂഢാലോചന എന്ത്? ഏത് രീതിയിലുള്ള തിരക്കഥയാണ് അവിടെ ഒരുക്കിയത്? എന്തായാലും പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയാണ് ജനം ടിവിയോട് പങ്കുവച്ചിരിക്കുന്നത്. ജനം ടി വി സംഘം ധർമ്മസ്ഥലയിലുണ്ട്. അരുൺ ആലത്തൂർ അവിടെയുണ്ട്. അരുൺ, വലിയ ആശങ്ക പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അവർക്കവിടെ ജീവിക്കേണ്ടതാണ്. പല മലയാള മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മലയാളികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നവർ പറയുന്നു. എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
രാഖി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര നഗരി, ആ ക്ഷേത്ര നഗരിയെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ തൊട്ട് പുറകിലായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് നിൽക്കുന്നത്. എത്രത്തോളം വിശ്വാസികളാണ് ഇപ്പോൾ ഈ അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് പോവുകയും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഗുരുവായൂരിലും അതുപോലെ തന്നെ ശബരിമലയിലും ഒക്കെ പോലെ തന്നെ ഒരുപാട് ആളുകൾ എപ്പോഴും, വിശ്വാസികൾ എപ്പോഴും എത്തുന്ന ആ ഒരു ക്ഷേത്ര നഗരിയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഒരു മുഖംമൂടി ധരിച്ച വ്യക്തി വന്ന് താൻ 100 കണക്കിന് മൃതദേഹങ്ങൾ ഈ ക്ഷേത്രത്തിന് ഒരു ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നേത്രാവതി പുഴയുണ്ട്. ആ നേത്രാവതി പുഴയുടെ തൊട്ട് അരികിലും അതുപോലെ തന്നെ അതിനപ്പുറത്തായിട്ടുള്ള കാടിലുമൊക്കെ മറവ് ചെയ്തു എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഏതായാലും ആ കഥകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ഇവിടെ എത്തി ഈ 2-ാം ദിവസം പരിശോധിച്ചത്. അതിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് നേത്രാവതി പുഴയുടെ അരികിൽ തന്നെ, തൊട്ടരികിൽ തന്നെ ഏകദേശം 32 അടി ആഴത്തിലും അതുപോലെ തന്നെ ഒരുപാട് നീളത്തിലും അവിടെ കുഴികൾ കുഴിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്തിയിരിക്കുന്നു. കർണാടക സർക്കാർ നിയോഗിച്ച, പ്രത്യേകിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ട, അവർക്ക് ഒക്കെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു SIT ടീമിനെ ചുമതലപ്പെടുത്തിയത്. ആ SIT ടീം, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരാണ് അവിടെ കുഴിച്ച് പരിശോധന നടത്തിയത്. 70ഓളം മൃതദേഹങ്ങൾ ഈ പുഴയുടെ അരികിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു ആ മുഖംമൂടി ധരിച്ചിരുന്ന കരാറുകാരൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഇത്തരത്തിൽ SIT പരിശോധിച്ചപ്പോൾ ആ 70 മൃതദേഹങ്ങൾ കുഴിച്ചു എന്ന് പറഞ്ഞവിടെ ഒരു മൃതദേഹം പോലും ലഭിച്ചില്ല, ഒരു എല്ലും കഷ്ണം പോലും അവിടെ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ റോഡരികിലൊക്കെ എങ്ങനെയാണ് ഇത്രയും മൃതദേഹങ്ങൾ, 70 മൃതദേഹങ്ങളെ കുഴിച്ചിടുമ്പോൾ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുക എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ പുഴയുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള കാടിനകത്തും അതുപോലെ തന്നെ പുഴയുടെ അരികിൽ ഒരു പ്രദേശമുണ്ട്, അവിടെയൊക്കെ കടന്നു ചെന്നു. ഏകദേശം 17 പോയിന്റുകളിലായിട്ടാണ് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നത്. ആ 17 പോയിന്റുകളും നമ്മൾ സന്ദർശിച്ചു. പലയിടത്തും വീഡിയോ ചിത്രീകരിക്കുന്നതിനും മറ്റുമൊക്കെ പോലീസ് വിലക്കുകയും ചെയ്തു. കാടിന് ഏറെ ഉള്ളിലുള്ള ഈ മണ്ണ് മാറ്റി നടത്തിയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെന്നപ്പോൾ അവിടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനും മറ്റുമൊക്കെ പോലീസ് വിലക്കുകയും ചെയ്തു. ഏതായാലും ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ ആഴത്തിൽ, ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ 30-32 അടി ആഴത്തിലാണ് അവിടെ കുഴിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും ആഴത്തിൽ കുഴിച്ച് പരിശോധിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. 2 ഇടങ്ങളിൽ നിന്നായിട്ട് അസ്ഥികഷ്ണം ലഭിച്ചു എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഏതായാലും ആ 2 ഇടങ്ങളിൽ ലഭിച്ച അസ്ഥികഷ്ണങ്ങൾ അത് പരിശോധിക്കുമ്പോൾ ഒന്ന് ഒരു പുരുഷന്റെ കഴുത്തിൽ കയറ് കെട്ടിയ നിലയിലാണ്, അതും കാടിനുള്ളിലാണ്. അത് ആരോ കാടിനുള്ളിൽ വന്ന് തൂങ്ങി മരിച്ചതായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് നിന്ന് കിട്ടിയ അസ്ഥികഷ്ണവും അതും ഒരു പുരുഷന്റെ മൃതദേഹം തന്നെയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ പറയുന്നത് പ്രധാനമായിട്ടും ഈ നേത്രാവതി പുഴയിൽ പലരും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതും മറ്റുമൊക്കെ പതിവാണ്. കാരണം വിവിധ നാടുകളിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ പ്രണയനൈരാശ്യം പോലും മറ്റുമൊക്കെ ഈ നേത്രാവതി ഭാഗത്തെത്തി ആത്മഹത്യ ചെയ്തതായിട്ട് നേരത്തെ വാർത്തകൾ നിരവധി തവണ വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഭാഗങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. കാരണം ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്നോ അതല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നോ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ഒക്കെ ആളുകൾ ഇവിടെ എത്തുന്നു. പലപ്പോഴും ഒന്ന് വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഈ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ കാശിയിലേക്ക് പോലെ തന്നെ ഇവിടെ എത്തി ഒരാൾ മരിക്കുക എന്നുണ്ടെങ്കിൽ അത് ഒരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, പലരും ഈ നേത്രാവതി പുഴ എന്നുള്ളത് വലിയ ഒഴുക്കുള്ള, കുത്തൊഴുക്കുള്ള അപകടകരമായ ഒരു പുഴയാണ്. ആ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ കാൽവഴുതി വീഴുന്ന ആളുകളുണ്ട്. ഒപ്പം അവിടെ ആത്മഹത്യകളും പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ ബോഡികൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ അത്തരം ബന്ധുക്കളോ ആരും വന്ന് ഈ ബോഡികൾ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ആ മൃതദേഹങ്ങൾ ഇത്തരത്തിലുള്ള വനത്തിനകത്തും മറ്റുമൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോൾ ഈ ലഭിച്ച 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ അത്തരത്തിൽ ഒരു മൃതദേഹം അങ്ങനെയുള്ള ഒരു മൃതദേഹം ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റേത് ഈ കാടിനുള്ളിൽ തൂങ്ങി മരിച്ചതിന് ശേഷം ചിലപ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതായിരിക്കാം ഈ പുരുഷന്റെ മൃതദേഹം എന്നുള്ളതാണ്. ഏതായാലും ഈ 2 പുരുഷന്മാരുടെ അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ഈ SIT ടീം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി അല്ലെങ്കിൽ ഈ നിറം പിടിപ്പിച്ച കഥകൾ എന്നുള്ളത് 100 കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനത്തിനെത്തിയ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് 17 ഇടങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം
ആഴത്തിലുള്ള ഖനനങ്ങൾ നടത്തി പരിശോധന നടത്തിയത്. എന്നിട്ടും നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിൽ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല, കണ്ടെത്താനായിട്ടില്ല. എന്നാൽ രണ്ടിടത്തു നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളാകട്ടെ അത് പുരുഷന്മാരുടേതാണ്. വിവിധ ഇടങ്ങളിൽ കുഴിക്കാൻ ലക്ഷങ്ങളാണ് സർക്കാർ ചെലവാക്കിയത് പോലും. ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ആരൊക്കെയോ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു തിരക്കഥ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതവിടെ നടപ്പിലാക്കുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനം ടിവിയോട് എന്നുള്ളതാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് ജനം ടി വി സംഘത്തിന് വേണ്ടി ജനം ടി വിക്ക് വേണ്ടി അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടും ഒപ്പം അദ്ദേഹം കണ്ട കാഴ്ചകളുമാണ് വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിന് ഇന്നേക്ക് 2 വർഷം. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് പ്രത്യേക സംഘവുമാണ് കേസ് അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടും എങ്ങും എത്തിയില്ല എന്ന വിമർശനവും ശക്തമാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, 2 വർഷമാകുന്നു, ഇപ്പോഴും യാതൊരു തുമ്പും ഇല്ല മാമി തിരോധാനത്തിൽ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, 2023 ആഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന മാമിയെ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാണാതാകുന്നത്. ഈ മാമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മുഹമ്മദ് ആട്ടൂരിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമിയുടെ ഭാര്യ അന്ന് തന്നെ നടക്കാവ് പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് മാമി ഈ നടക്കാവിലുണ്ടായിരുന്ന എരണിപ്പാലത്തുണ്ടായിരുന്ന ഓഫീസിൽ നിന്ന് പോകുന്ന ഒരു CCTV ദൃശ്യം മാത്രമാണ് അന്ന് കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസ് ലഭിച്ചത്. പിന്നീട് ഈ അന്വേഷണം പുരോഗതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാമിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു, പരാതി നിവേദനം കൊടുത്തു. അതിനുശേഷമാണ് ഈ മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിന് ശേഷം കൃത്യം 2 വർഷം കഴിയുന്നു. പക്ഷെ ക്രൈംബ്രാഞ്ചിനും എവിടെയാണ് മാമിക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചുരുളഴിക്കാൻ ഈ ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ഈ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ഈ നടക്കാവ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ മാമി ഈ 2023 ആഗസ്റ്റ് 21 മാമിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം പരാതി കൊടുത്ത അന്ന് കൃത്യമായ ഒരു അന്വേഷണം ഈ നടക്കാവ് പോലീസ് നടത്തിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കൃത്യമായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. അന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന CCTV വിഷ്വൽസ് പലതും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് 2 വർഷം കഴിയുമ്പോഴും ഈ കണ്ടെത്തലല്ലാതെ, അതായത് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നല്ലാതെ കൃത്യമായി മാമിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ചുരുളഴിക്കാനോ ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മാമിയുടെ കുടുംബം ഏറ്റവും ഒടുവിൽ ഉയർത്തുന്ന പരാതി അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് മാമിക്ക് എന്ത് സംഭവിച്ചു, മുഹമ്മദ് ആട്ടൂരിന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ടത് മാമിയുടെ കുടുംബത്തിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവർ പല ഘട്ടത്തിലും വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്. പലർക്കും ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഈ കുടുംബം ഇത്തരത്തിൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവരുടെ അവകാശമാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മാമിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താൻ ഈ കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസിനോ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് രാഖി. ശരി, മാമി തിരോധാനത്തിന് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു തുമ്പുമില്ല എന്നുള്ളതാണ്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പുത്തൻപുലരി ഏതാണ്ട് 1 മണിക്കൂർ അടുക്കുകയാണ്. നമുക്ക് ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. ദ്വിദിന സന്ദർശനത്തിനായി കൊച്ചിയിലെത്തുന്ന അമിത്ഷാ നാളെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ ചികിത്സാ വിവരങ്ങൾ മറച്ചുപിടിച്ച് സർക്കാർ. വിവരാവകാശ രേഖകളിൽ വ്യക്തമായ മറുപടിയില്ല. മുഖ്യമന്ത്രിക്കടക്കം ചികിത്സയ്ക്കായി ചെലവഴിച്ചത് 2,14,30,660 രൂപ.
ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഭയങ്കര ഉള്ളതുകൊണ്ട് അവർ ബാക്കിയെല്ലാം ആദ്യം കുഴിച്ചു. ഇതിൽ ലാസ്റ്റ് ഇതിൽ വെച്ചു. പക്ഷേ ഇതിൽ 32 അടി വരെ കുഴിച്ചാലും 32 അടി വരെ കുഴിക്കുന്ന ഒരു കിണർ കുഴിക്കുന്ന അത്ര കുഴിച്ചാലും 22 അകലവും 32 ആഴം കടിച്ചാലും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നില്ല അറിയില്ല. അവനൊരു മുഖമൂടിയും പിന്നെ അവന് പ്രത്യേകമായിട്ടൊരു പേര് വെച്ചിട്ടുണ്ട്, ഭീമൻ. ധർമ്മസ്ഥലയിൽ കള്ളങ്ങൾ പൊളിയുന്നു. 17 ഇടങ്ങളിലും SIT നടത്തിയത് ആഴത്തിലുള്ള ഖനനങ്ങൾ. സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിൽ തെളിവുകൾ ലഭിച്ചില്ല. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് കള്ളമെന്ന് പ്രദേശവാസികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും ഹണി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നടി റിനി ആൻ ജോർജ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാല് അല്പസമയത്തിനകം സ്വീകരിക്കും. കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ വിളംബര പത്രിക കൈമാറും. മുറജപത്തിന്റെ ദീപസ്തംഭം തെളിക്കുന്ന ചടങ്ങും നടക്കും. 6 കൊല്ലത്തിൽ ഒരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. മകരസംക്രാന്തി ദിവസമായ 14-ന് പൊന്നും ശീവേലിയോടുകൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമസ്കാരം. രാജകുടുംബാംഗങ്ങളെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹർ ഹൈനസ് ഗൗരി പാർവതി ഭായി തമ്പുരാട്ടി, ഹർ ഹൈനസ് ഗൗരി ലക്ഷ്മി ഭായി, ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തത്സമയ വിവരങ്ങളുമായി ശ്രീനന്ദയാണ് ചേരുന്നത്. ശ്രീനന്ദ, 6 കൊല്ലത്തിൽ ഒരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. മകരസംക്രാന്തി ദിവസമായ ജനുവരി 14-ന് ശിവേലിയോടുകൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുകയും ചെയ്യും. ഇപ്പോൾ അവിടെ നടൻ മോഹൻലാൽ അല്പസമയത്തിനകം തന്നെ ഈ മുറജപം ലക്ഷദീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക അദ്ദേഹം സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിന് ഉള്ളിലാണോ, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണോ ശ്രീനന്ദ? ശേഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദീപം ചടങ്ങുകൾക്കാണ് ഇന്നേക്ക് തുടക്കം കുറിക്കുന്നത്. വിളംബര പത്രികയാണ് ഇന്ന് നടൻ മോഹൻലാൽ സ്വീകരിക്കുക. രാജകുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും ഈ ഒരു വിളംബര പത്രിക സ്വീകരിക്കുന്നത്. കിഴക്കേ നടയിലാണ് ഈ ഒരു ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് വിളംബര പത്രിക ഇന്ന് കൈമാറുന്നതായിരിക്കും. മുറജപത്തിന്റെ ദീപസ്തംഭം തെളിയിക്കുന്ന ചടങ്ങും ഇന്ന് നടക്കുന്നതാണ്. 6 കൊല്ലത്തിൽ ഒരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. ഇക്കുറി നവംബർ മധ്യത്തിൽ തന്നെ മുറജപം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 7 ദിവസം വീതമുള്ള 8 മുറകൾക്ക് ഒടുവിൽ ലക്ഷദീപം നടക്കും. ശേഷം 2026 ജനുവരി 14-നാണ് ലക്ഷദീപം നടക്കുക. മകരസംക്രാന്തി ദിനമായ 14-ന് പൊന്നും ശിവേലിയോടും കൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. എന്തായാലും നടൻ മോഹൻലാൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു
ഒരു കാഴ്ചയാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഉടൻ തന്നെ ആ ഒരു പത്രിക അദ്ദേഹത്തിന് വിളംബര പത്രിക മോഹൻലാലിന് സമർപ്പിച്ച ശേഷമാകും ഇതിനെല്ലാത്തിനും ഒരു തുടക്കം കുറിക്കുക. മുറജപത്തിനൊരു തുടക്കം കുറിക്കുക. 6 വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിലൊരു നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജകുടുംബാംഗങ്ങളാണ് ഈ ഒരു വിളംബര പത്രിക മോഹൻലാലിന് സമർപ്പിക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ദീക്ഷയിൽ വഹിക്കുന്ന ചടങ്ങും ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ധന്യമുഹൂർത്തത്തിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയ്ക്ക് മുന്നിലാകും ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. എല്ലാവരും തന്നെ മോഹൻലാൽ ആ ഒരു പത്രിക വാങ്ങുന്ന ആ ഒരു നിമിഷത്തിനായി വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നിരവധി ജനങ്ങളാണ് ഈ ഒരു അപൂർവ നിമിഷം കാണുവാനായി ഈ ഒരു ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലായി എത്തിച്ചേർന്നിരിക്കുന്നത്. തിരിച്ചെടുക്കുന്നതിനായാണ് ഇവരെല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. 2026 ജനുവരി 14 ഈ ഒരു ലക്ഷദ്വീപം ചടങ്ങ് നടക്കുക. മകരസംക്രാന്തി ദിനമായ 14 പൊന്നും ശിവേലിയോടും കൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും രാജകുടുംബാംഗങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നടൻ മോഹൻലാലിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാവരും തന്നെ ഇവിടെ നടത്തുന്നത്. ചടങ്ങുകൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ടുള്ളൊരു പത്രിക സമർപ്പണം മാത്രമാണ് ഇന്ന് നടക്കുക. 6 വർഷത്തിലൊരിക്കലാണ് നടക്കുക. ഇതിനു മുൻപ് എന്തായാലും മോഹൻലാൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ജനങ്ങളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് രാജി നമ്മൾ തത്സമയം കാണുന്നത്. ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. നമസ്കാരം. വിശിഷ്ടാതിഥികളോടൊപ്പം തന്നെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ അവർകളെയും ശ്രീ കരമന ജയൻ അവർകളെയും ബ്രഹ്മശ്രീ തരനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന്റെ മുഖ്യതന്ത്രി അവർകളെയും ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ തരനല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട് അവർകളെയും ബ്രഹ്മശ്രീ തരനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് അവർകളെയും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീ ബി മഹേഷ് അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഭഗവത് അനുഗ്രഹത്തോടെ ഭക്തിപൂർവം നടക്കുന്ന മഹാമഹാ ചടങ്ങായ മുറജപ ലക്ഷദ്വീപത്തിന്റെ മുന്നോടിയായുള്ള ദീപസ്തംഭ പ്രജ്വലനത്തിന്റെയും വിളംബര പത്രിക സ്വീകരണത്തിലും പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വര നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2025 നവംബർ 20 ആരംഭിച്ച് 2026 ജനുവരി 14 മകരസംക്രമ ദിനത്തിൽ ലക്ഷദ്വീപത്തോടെ സമാപിക്കുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന ജപയജ്ഞത്തിന് മുന്നോടിയായ ആത്മീയ ഘോഷമാണിത് എന്ന് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മുറജപ ലക്ഷദ്വീപ മഹോത്സവത്തിന്റെ ദിവ്യ പ്രാരംഭത്തെ സൂചിപ്പിക്കുന്ന ദീപസ്തംഭ പ്രജ്വലനം ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ നിർവഹിക്കുകയാണിനി. അതിനായി രാജകുടുംബാംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രജപ ലക്ഷദ്വീപ മഹോത്സവത്തിന്റെ ദിവ്യ പ്രാരംഭത്തെ സൂചിപ്പിക്കുന്ന ദീപസ്തംഭ പ്രജ്വലനം ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ നിർവഹിക്കുന്നു. അടുത്തതായി വിളംബര പത്രിക കൈമാറ്റ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങൾ ചേർന്ന് മോഹൻലാൽ അവർക്ക് കൈമാറുകയാണ്. ശ്രീ മോഹൻലാൽ അവർകളെ വിളംബരം ചെയ്യുന്നതിനായി കുടുംബാംഗമായ ഹർ ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി അവർകളെ ക്ഷണിച്ച് 2 വാക്കുകൾ സംസാരിക്കാനായി അഭ്യർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വേദിയിലും എൻ്റെ മുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ജപം ലക്ഷദ്വീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാലിന് കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം അത് സ്വീകരിച്ചിരിക്കുകയാണ്. കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ക്രിക്കറ്റ് ആവേശം. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ഉച്ചയ്ക്ക് ശേഷം 2:30 ആദ്യ മത്സരം. ശേഷം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറും. വർണ്ണാഭമായി നടത്തുന്ന പരിപാടിയിൽ KCL ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ പങ്കെടുക്കും. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകനും നിർമ്മാതാവും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമയും കൂടിയായ സോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം. KCL 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ആദ്യ കിരീടം ചൂടിയ ടീമാണ്. പുതിയ സീസണിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഇത്തവണ കളിക്കുന്നത് കിരീടം വെച്ചുകൊണ്ടാണ്. അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളിൽ നിന്ന് ആ കിരീടം പിടിച്ചെടുക്കാൻ വരുന്ന 5 ടീമുകൾ. അതാണ് ഇത്തവണത്തെ KCL ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു മത്സരമല്ല. ഇപ്പോൾ തന്നെ ഈ KCL ക്രിക്കറ്റിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കേരളത്തിലുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകരുന്നതിനോടൊപ്പം തന്നെ ക്രിക്കറ്റിൻ്റെ വളർച്ചയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ക്രിക്കറ്റ് ക്ലബ്സാണ് ഇനി നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അതിൽ കൊല്ലത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ക്യാമ്പസുകളിലും ക്രിക്കറ്റ് ക്ലബ്ബ് വേണം. അതിന് ഞങ്ങളുടെ ഉദ്ദേശം ക്രിക്കറ്റ് ഒരു ഗെയിമായി മാറാതെ ക്രിക്കറ്റിനെ എങ്ങനെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുക, എല്ലാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെയും ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കുക. കാര്യം ഇൻഡസ്ട്രിക്ക് വേണ്ടത് ലീഡേഴ്സിനെയാണ്.
അതിന് ലീഡേഴ്സിനെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും മികച്ച ഗെയിമാണ് ക്രിക്കറ്റ്. ഞങ്ങളുടെ എല്ലാം സ്ഥാപനത്തിൽ ഞങ്ങൾ ഏറ്റവും മികച്ച പ്രവർത്തകരെല്ലാവരും ഏതെങ്കിലും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസാണ് ഏതെങ്കിലും ക്യാമ്പസിൽ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഒരു ടീം എടുക്കുവാനും ഇതുവഴി കൂടുതൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെ കണ്ടെത്തുവാനും അവരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുവാനും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നായകൻ സച്ചിൻ ബേബി, ഉപനായകൻ വിഷ്ണു വിനോദ്, മികച്ച ടീമല്ലേ ഇത്തവണ കൊല്ലം സെയിലേഴ്സിൻ്റേത്? അല്ല, കാര്യം കിരീടം നഷ്ടപ്പെടാതെ നോക്കണമെങ്കിൽ അതുപോലെ ശക്തമായ ടീം വേണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 3 ഏറ്റവും മെയിൻ പില്ലേഴ്സിനെ തന്നെ ഞങ്ങൾ കരുതിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സച്ചിൻ ബേബിയുടെ കളി എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. വിഷ്ണു വിനോദ് IPL-ിലൂടെ ഒരു നാഷണൽ താരമായിട്ട് മാറി. അഖിൽ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയിരുന്നു. അപ്പം ഇവരെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്ക് ശക്തമായ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പിന്നെ എല്ലാവരും ഏറ്റവും മികച്ച യങ്സ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ്റെ പുറത്തൊന്നുമല്ല. അവരുടെ ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രിക്കറ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കളിക്കാരൻ്റെയും ഭൂതകാലം നമുക്ക് വ്യക്തമായി അവരുടെ ഫിഗേഴ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു നിരയാണ് കരുതിയിരിക്കുന്നത്. ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമ കൂടിയായ സോഹൻ റോയാണ് നമുക്കൊപ്പം ഉള്ളത്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് ഇന്ന് തുടക്കമാകുമ്പോൾ ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകനും നിർമ്മാതാവും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമ കൂടിയായ സോഹൻ റോയാണ് ഇന്ന് പുത്തൻപുലരിയിൽ നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. ഈ KCL യുവതാരങ്ങൾക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? KCL ആക്ച്വലി വളരെ നല്ല ഏറ്റവും വലിയ ഒരു ചവിട്ടുപടിയായിട്ട് മാറുകയാണ്. കാര്യം നമുക്ക് IPL-ലേക്ക് പോകണമെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് രഞ്ജിയൊക്കെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു, അതിൻ്റെ ഫിഗേഴ്സൊക്കെ. ഇതെല്ലാം മാറിയിട്ട് ക്ലബ് ഫിഗേഴ്സ് എല്ലാം മാറി. ഇനി മുതൽ ഞങ്ങൾ എല്ലാ ടീമുകളും നോക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ KCL-ൽ അവർ കളിച്ചതിൻ്റെ ഫിഗേഴ്സായിരിക്കും നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ ആ KCL-ലെ ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും IPL-ലേക്ക് ഇവർ കടന്നു വരുന്നത്. അതുകൊണ്ട് കളിക്കാർക്കെല്ലാം കൃത്യമായ ഒരു മാർഗം രേഖയുണ്ട് എങ്ങനെ IPL-ലേക്ക് എത്തിപ്പെടാം എന്നുള്ളത്. അതിന് ഇനി മുതൽ ഞങ്ങൾ തന്നെ ലക്ഷ്യമിട്ടേക്കുന്നത് ഈ വർഷം IPL-ലേക്ക് ഞങ്ങളുടെ കൊല്ലത്തു നിന്ന് തന്നെ ഒരു പ്ലെയറെങ്കിലും എത്തണം. അപ്പോൾ അതിനുവേണ്ടി സെലക്ടേഴ്സ് ഒരുപാട് പേര് ഇത്തവണ വരുന്നുണ്ട്. അപ്പം അവിടെ ഇവരുടെ കഴിവ് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ഒരു അവസരമാണ് വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നല്ലൊരു പ്ലെയർക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. അവർ ക്ലബ്ബ് തലത്തിൽ ഉള്ള അവരുടെ ഫിഗേഴ്സ് ഞങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും അടുത്ത ലേലത്തിൽ അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. തീർച്ചയായും അത്തരത്തിലുള്ള താങ്കളുടെ പിന്തുണ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ പലപ്പോഴും അത് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതുമാണ്. ഈ ഏരീസ് ഗ്രൂപ്പിൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് വേഗത്തിൽ ജോലി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ആണ് എങ്കിൽ ജോലി ഉറപ്പാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യം? ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു താങ്കൾ അതേക്കുറിച്ച് കൂടി? അല്ല, ഏരീസിൽ ഞങ്ങൾക്ക് 100-ലേറെ ഞങ്ങളുടെ ടീം ലീഡേഴ്സ്, അതായത് ഡിവിഷൻ ഹെഡ്സ് പല ക്യാമ്പസുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസാണ്. കാര്യം അതിലൂടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏത് ക്യാമ്പസിലും ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും അവിടുത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ പോലും ഇല്ല. ഞങ്ങൾക്കറിയാം അവർ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണെന്ന്. ഈ ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാ ക്യാമ്പസുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് നാളെ വരണം. അതിനുവേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ അതിൻ്റെ പ്രത്യേക 6 മാസം ട്രെയിനിങ് തന്നെ ഞങ്ങളിപ്പം കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുവാൻ വേണ്ടി. ഇതുകൂടാതെ ഒരു പുതിയ കൾച്ചർ ഞങ്ങളിപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഏരീസിനോടൊപ്പം കൊല്ലം സെയിലേഴ്സിനോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് നാളെ അവർക്ക് ക്രിക്കറ്റ് വിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് തൊഴിലുറപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ആരംഭിച്ചു ലേലത്തുക കൂടാതെ സമ്മാനത്തുക എത്ര കിട്ടിയാലും അതിൻ്റെ 50% പ്ലെയേഴ്സിനും അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടി അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ കൾച്ചറാണ് ഞങ്ങൾ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പുനലൂരിലെ പട്ടോടി ക്ലബിനെ ഏരീസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് ജില്ലാ ചാമ്പ്യന്മാരാക്കി. സിംബാബ്വേയിലാകട്ടെ T10 ചാമ്പ്യൻഷിപ്പിൽ ഏരീസിന് ടീമും ഉണ്ടായിരുന്നു അല്ലേ? അതെ. സിംബാബ്വേയിൽ അത് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ്. അതിൽ പകുതി പ്ലെയേഴ്സും ലോകത്തിൽ ഇതിനകം ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ടീമിൽ മോഗൻ ഉണ്ടായിരുന്നു. അതേപോലുള്ള ആ ലെവലിലുള്ള ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ് നമ്മളോടൊപ്പം കളിച്ചത്, മറ്റു ടീമുകളിലും കളിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് ഞങ്ങൾ KCL-ലേക്ക് വന്നത്.
അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നമുക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സിന് കൊടുക്കാൻ പറ്റി. ഇപ്പം പട്ടോടി തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെ ഒരു ചെറിയ ക്ലബ്ബായിരുന്നു. അതിനെ ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവന്നു. ഒരു 2 വർഷത്തിനുള്ളിൽ അത് ഒരു കൊല്ലം ജില്ലാ ടീമിലേക്ക് നമുക്കതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ക്ലബ്ബുകളെയും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ഇനി വേണ്ടത് ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എല്ലാ സ്കൂൾസിലും കോളേജിലും കൃത്യമായിട്ടും വേറെ നമുക്ക് സ്പോർട്സ് ക്ലബ്ബ് അല്ല വേണ്ടത്, ക്രിക്കറ്റ് ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ. കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം കൊല്ലം ജില്ലയാണ്. ഇത് കഴിഞ്ഞിട്ടും കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം. മാത്രവുമല്ല ക്രിക്കറ്റ് എന്താണെന്ന് ഈ കാണികളെ പഠിപ്പിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. കാര്യം നമ്മളെല്ലാം ക്രിക്കറ്റ് കാണുന്നത് പലരും ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ശരിക്കും 1 മണിക്കൂർ മതി ചിട്ടയായ ഒരു ട്രെയിനിങ്ങോടുകൂടി ക്രിക്കറ്റ് അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി ആസ്വദിക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സ്റ്റേഡിയം നിറയുന്നത്. സ്റ്റേഡിയം നിറഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ KCL ഒരു വലിയ സംഭവമായി മാറുള്ളൂ. കഴിഞ്ഞ തവണ തന്നെ നമുക്കൊരു 20,000-30,000 പേരോളം പ്രേക്ഷകരെ കൊണ്ടുവരാൻ പറ്റി സ്റ്റേഡിയത്തിൽ. പക്ഷേ ഇത്തവണ നമുക്ക് സ്റ്റേഡിയം നിറയ്ക്കണം. അപ്പോൾ അതിന് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ സ്കൂൾ കുട്ടികളെ മാക്സിമം ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കായിക മേഖലയ്ക്ക് വേണ്ടി ഏരീസ് ഗ്രൂപ്പ് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ ഒരു അതേക്കുറിച്ച് കൂടി ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റാണ്. ഇതുകൂടാതെ തന്നെ എല്ലാ ക്യാമ്പസിലും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. 25ഓളം കായിക ഇനങ്ങൾ ആദ്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിന് 1 മണിക്കൂർ മതി അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി. അതിൽ ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 4 തലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ചിലപ്പം ക്രിക്കറ്റിൽ തന്നെ 22 പ്ലേയേഴ്സ് കളിക്കുമ്പോൾ 20,000-ഓളം പേര് അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും തൊഴിലവസരങ്ങൾ. പക്ഷേ ഇത് പലർക്കും അറിയില്ല. എല്ലാവരും സച്ചിനാവാൻ വേണ്ടി അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കതല്ല വേണ്ടത്. ആ ഇൻഡസ്ട്രി മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള തൊഴിലവസരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ പാഷനോട് കൂടി നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 25ഓളം സ്പോർട്സ് ഫീൽഡ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഏത് ഫീൽഡിലേക്കാണ് ഇവർക്ക് പോകാൻ താല്പര്യമുള്ളത്, അത് റഗ്ബി ആയിക്കോട്ടെ, ബേസ്ബോൾ ആയിക്കോട്ടെ, ഏതിൽ വേണേലും ഇവർക്ക് പടിപടിയായിട്ട് പോകാം. അത് ആദ്യത്തെ ലെവൽ 1 കഴിയുമ്പോൾ ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ലെവൽ 2ലേക്ക് പോവുക. അങ്ങനെ അത് ഞങ്ങൾ വ്യക്തമായ ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊരു പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സംവിധായകൻ പ്രിയദർശന് ക്രിക്കറ്റിനോടുള്ള ഒരു സ്നേഹം നഷ്ടപ്പെടുത്തിയത് തൻ്റെ കണ്ണാണ്, അതോടൊപ്പം താങ്കളുടെ പല്ല് ഈ ക്രിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഒരു ബോൾ വന്ന് കൊണ്ടിട്ട് ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അതോടുകൂടിയാണ് ഞാൻ ക്രിക്കറ്റിൽ നിന്നും സജീവമായിട്ട് കളിക്കുന്നതിൽ നിന്ന് മാറിയെങ്കിലും ആ ഒരു ഉള്ളിലുള്ള പാഷൻ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏരീസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വലിയ സ്റ്റേഡിയം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ലീഗ് നടത്തുന്നത്. കാര്യം ഞങ്ങളുടെ സ്റ്റാഫിൽ ഒരുപാട് ക്രിക്കറ്റ് പ്ലേയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ ലീഗുണ്ട്, അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ രീതിയിൽ നടത്തുന്നുണ്ട്. ക്രിക്കറ്റ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു, വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു. അത് ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം. പക്ഷേ ഇന്ന് ക്രിക്കറ്റ് വളരെ സുരക്ഷിതമായിട്ട് കളിക്കുവാൻ വേണ്ടിയുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയൊക്കെ ക്രിക്കറ്റിനകത്തുണ്ട്. ക്രിക്കറ്റിനകത്ത് ഇപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2020 മാച്ച് പോലെയാണ് ഏത് ഇൻഡസ്ട്രിയും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു മാസം 20 തൊട്ട് 22 വർക്കിംഗ് ഡേയ്സാണ് പലപ്പോഴും കിട്ടുന്നത്. ഈ വർക്കിംഗ് ഡേയിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് ഈ ക്രിക്കറ്റിലെ ഓരോ ഓവർ പോലെയാണ് ഞങ്ങൾ ഓരോ വർക്കിംഗ് ഡേ കാണുന്നത്. അപ്പോൾ ഒരു ടീം ലീഡർക്ക് അറിയാം ആ മാസം എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ആ ടീമിനെ എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരുടെ ഫിറ്റ്നസ് എങ്ങനെ നോക്കണം, ലോഗിങ് സിസ്റ്റം എങ്ങനെ വേണം, ഓരോ സ്ട്രാറ്റജീസ് മാറ്റുന്നിട്ട് എങ്ങനെയാണ്. ഇങ്ങനെ ഒരു 10-25ഓളം ഒരു ടീം ലീഡറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിക്കറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റൊരു ഗെയിമിനും ഇത്ര ഒരു വളരെ പോളിഷ്ഡ് വേയിൽ ഒരു ജെൻറ്റിൽമാൻ ഗെയിമായിട്ട് ചിട്ടയോടുകൂടി നമുക്ക് മോൾഡ് ചെയ്യാൻ കൊണ്ടുവരുന്ന മറ്റൊരു ഗെയിം ഇന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റിന് ഞങ്ങൾ ഇൻഡസ്ട്രിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ടീം തന്നെ ഏറ്റെടുത്തത്. അവസാനമായി നമ്മുടെ ക്രിക്കറ്റ് ആരാധകരോട് എന്താണ് പറയുന്നത്?
ക്രിക്കറ്റ് ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ മത്സരം തുടങ്ങുകയാണ്. നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരിക. സ്റ്റേഡിയത്തിലേക്ക് അത് ആദ്യത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ TV ഓൺ ചെയ്യുക. കാര്യം TRP റേറ്റിംഗ് കൂടുന്നതനുസരിച്ചിട്ടാണ് കൂടുതൽ ഇതിലേക്ക് വരിക. സ്പോൺസേഴ്സ് വന്നാൽ മാത്രമേ ഈ മത്സരം കൂടുതൽ നല്ല മികച്ച രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓരോ തവണയും പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ സ്പോൺസേഴ്സ് വരണം. അപ്പോൾ നിങ്ങൾ TV കാണുക. ഒപ്പം തന്നെ ക്രിക്കറ്റ് പഠിച്ചുകൊണ്ട് ഇത് എൻജോയ് ചെയ്യുക. കാര്യം ക്രിക്കറ്റിൻ്റെ നിയമങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ക്രിക്കറ്റ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അതിന് നിയമങ്ങൾ പഠിക്കാൻ ഇന്ന് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ക്രിക്കറ്റ് റൂൾസ് പറഞ്ഞ് അടിച്ചാൽ തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂൾസ് മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്കൂൾസിലെ ക്ലബ്ബുകളിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇന്ന് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. എന്നിട്ടും ഈ പുത്തൻ പുലരിയിൽ നമുക്കൊപ്പം ചേർന്നതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിനൊക്കെ ഒരുപാട് നന്ദി. ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ്. ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവച്ചത് സംവിധായകനും നിർമ്മാതാവും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമ കൂടിയായ സോഹൻ റോയിയാണ്. KCLൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അദാനി ട്രിവാൻഡ്രം റോയൽസ് സഹ ഉടമ കീർത്തി സുരേഷ്. വരുന്ന സീസണുകളിൽ വനിതാ ക്രിക്കറ്റ് ലീഗും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കീർത്തി ജനം TVയോട് പറഞ്ഞു. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസൺ ഇന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ട്രിവാൻഡ്രം റോയൽസ് ടീമിൻ്റെ സഹ ഉടമ കൂടിയായ കീർത്തി സുരേഷ് ചേരുന്നുണ്ട്. കീർത്തി, KCL 2ാം സീസണിലേക്ക് കിടക്കുകയാണ്. ഒരു ടീമിൻ്റെ ഉടമ എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കുകയാണ്? കഴിഞ്ഞ വർഷം തുടങ്ങി KCL ഈ ഫസ്റ്റ് സീസൺ. കഴിഞ്ഞ സീസണിനെക്കാട്ടിലും വളരെ വലുതായിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ലോഞ്ച് മുതൽ എല്ലാ ഓരോ കാര്യങ്ങളായാലും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയാലും എല്ലാം. സോ ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ ഈ സീസൺ എങ്ങനെയുണ്ടെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ കളി നാളെ തുടങ്ങുകയാണ്. നാളെ തുടങ്ങിയിട്ട് 7th ആണ് ഫൈനൽ. സെപ്റ്റംബർ 7th ആണ് ഫൈനൽസ്. സോ ഇതിൻ്റെ ഇടയിൽ ഓണമുണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഈ ടീം എന്ന് പറയുമ്പോൾ കൂടെ ഒരു സഹ ഉടമ മറ്റൊരാളെന്ന് പറഞ്ഞാൽ പ്രിയൻ സാറാണ്. അപ്പോൾ ഒരു കുടുംബം പോലെയാണ്. അതെ, പ്രിയൻ ആക്ച്വലി അച്ഛനാണ് ഇത് ആദ്യം പറയുന്നത്. ഈ KCLയുടെ കാര്യം അച്ഛനാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രിയൻ അങ്കിൾ ഇങ്ങനെ ഇത് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാഷനുള്ള ഒരു സ്പോർട്ടാണ്. അപ്പം പ്രിയൻ അങ്കിൾ പിന്നെ ഇതിൻ്റെ ആളാണ്. പ്രിയൻ അങ്കിൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ തുടങ്ങിയതാണിത്. സുരേഷ് സാറ് കഴിഞ്ഞ ദിവസം ഈ KCLയുടെ തന്നെ ഒരു ഇവൻറ്റിൽ പറഞ്ഞിരുന്നു, വീട്ടിലിപ്പോൾ ഒരു ക്രിക്കറ്റ് കുടുംബമായി മാറിയിട്ടുണ്ട്, കീർത്തി കൂടി ക്രിക്കറ്റ് കാണുന്നുണ്ട്, ഇത് ഭാഗമായിട്ടുണ്ട്. അപ്പം മേനകമാമും ക്രിക്കറ്റ് ഇപ്പോൾ കാണാറുണ്ട്, പണ്ട് ഇഷ്ടമല്ലായിരുന്നു കാണാറുണ്ട്, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കുടുംബമായി മാറിയെന്ന് സുരേഷ് സാർ തന്നെ പറയുന്നുണ്ട്. അതെ, നമ്മൾ അച്ഛനും ഞാനും എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ കാണാറുണ്ട്. പിന്നെ ഈ പല മാച്ചുകളും മറ്റേ ടെൻഷൻ അടിക്കുന്ന മൊമെൻറ്റ്സ് വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന അച്ഛനാണ്. ഞങ്ങൾ ആ മാച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യും, ഇങ്ങനെ ആവാമായിരുന്നു അങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്ന അച്ഛനായിട്ടാണ്. ഇപ്പം അമ്മയും അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കണ്ടു തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഭയങ്കര വലിയ ഫാനാണ്, ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ക്രിക്കറ്റ് കുടുംബം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന കുടുംബമാണ്. KCA ഈ ഇപ്പോൾ യുവതാരങ്ങൾക്ക് വലിയൊരു അവസരമല്ലേ ഈ KCLയിലൂടെ നൽകുന്നത്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ KCL പോലൊരു ടൂർണമെൻറ്റ് നടത്തി വളർന്നു വരുന്ന താരങ്ങൾക്ക് വലിയൊരു അവസരം തന്നെയല്ലേ ഇത്? വലിയൊരു അവസരമാണ് ഇത്, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ബിക്കോസ് എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും ചിലപ്പം പോകാൻ പറ്റിയെന്നില്ല. സോ ഇത് ഒരു തുടക്കമായിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ KCA ഒരുക്കിയ ഈ KCL ഈ കേരള ക്രിക്കറ്റ് ലീഗ് വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൻഡ് ഇങ്ങനെ കുറേ യങ് ടാലൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അവർക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണോ ആവും. സോ എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. സോ എല്ലാവരും ഒന്നിക്കുന്ന ഇത്രയും കുറേ ടാലൻസ് ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ആസ് ഓണേഴ്സ് ഞങ്ങൾക്കും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനൊരു ഫീൽഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കും ഓണേഴ്സായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇത്രയും നല്ല പ്ലേയേഴ്സ്. ആൻഡ് ഇപ്രാവശ്യം വളരെ നന്നായിട്ടുണ്ട്, ടീം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ KCLന് ശേഷം വനിതാ വേൾഡ് കപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ വുമൻസ് ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, കേരള ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് എന്താ പറയുക?
അതാണ് ക്രിക്കറ്റ് എന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ട കാലം മുതൽ ഇന്ന് എന്ന് പറയുമ്പം ഗ്രോത്ത് ഇമ്മെൻസാണ്. അത് വലിയൊരു ഗ്രോത്താണ് നടന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം വിമൻസ് ക്രിക്കറ്റ് തന്നെ ഭയങ്കര വലുതായി കഴിഞ്ഞു. ഇപ്പം മിന്നുമണി, ആശ, സജ്ന എല്ലാവരും വളരെ നന്നായിട്ട് ലാസ്റ്റ് T20 ജയിച്ചു, കേരളം ജയിച്ചു. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവർ കയറി. സോ ഇതൊക്കെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇനിയും കുറേ അച്ചീവ്മെൻറ്റ്സ് വരാൻ കിടക്കുന്നു. ആൻഡ് മിക്കവാറും 3rd സീസൺ ആവുമ്പം തന്നെ KCL എനിക്ക് തോന്നുന്നു വിമൻസ് ലീഗും ചിലപ്പം തുടങ്ങിയേക്കാം. സോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. അവസാനമായിട്ട് ആരാധകരോട് എന്താ പറയാനുള്ളത്? KCL, കേരള ക്രിക്കറ്റ് ലീഗ് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണൂ. എസ്പെഷ്യലി ക്രിക്കറ്റ് ലവേഴ്സ് എല്ലാവരും വന്ന് കാണണം. ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് 7th വരെ പോകുന്നുണ്ട്. സോ ഓണം ഇതിൻ്റെ ഇടയിലുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വലിയ വിജയ പ്രതീക്ഷയിലാണ് ട്രിവാൻഡ്രം റോയൽസും ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷും. തിരുവനന്തപുരത്ത് നിന്ന് M. നിഖിൽകുമാർ, ജനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണ്. ബില്ല് ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വർഷകാല സമ്മേളനത്തിൽ അതിരുവിട്ട പ്രതിഷേധത്തിലൂടെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ജയിലിലാകുന്ന നേതാക്കൾക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോഴും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ ബഹളം അത് പുതിയ സംഭവമല്ലാതായി മാറിയിരിക്കുകയാണ്. ഈ ബില്ല് പാസ്സാക്കുക അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പറയുക എന്നതിലുപരി എങ്ങനെയെങ്കിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, പ്രതിഷേധം അറിയിക്കുക, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച നടക്കുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് സ്പീക്കറുടെയും പ്രതികരണം, അല്ലേ? വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ കഴിഞ്ഞ മാസം 20-ാം തീയതി തുടങ്ങി ഇപ്പോൾ നടക്കാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാന ദിനം വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന 3 ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെൻറ്റ് കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കിനുതകുന്ന ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടത്താനോ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാനോ അത്തരത്തിൽ യാതൊരു വിധത്തിലും പാർലമെന്റ് നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അതിരുവിട്ട പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിലൂടെ രാജ്യത്തിനെ ജനങ്ങളെ പ്രതിഷേധം അറിയിക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. അത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരിശോധിക്കുമ്പോൾ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുക, അതിലൂടെ മാധ്യമശ്രദ്ധ നേടുക എന്ന നിലപാടാണ് പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളന കാലയളവിലും ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, കൂടാതെ ആദ്യ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നതൊരു വാർത്തയല്ലാതായി മാറിക്കൊണ്ട് നിരന്തരം ആ കാര്യം പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വർഷകാല സമ്മേളനത്തിൻ്റെ അവസാന ദിനത്തിൽ രാജ്യസഭയിൽ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ബില്ല് കേന്ദ്ര ഇലക്ട്രോണിക് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഇന്നലെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷ ബഹളത്തിനിടയിലും ബില്ല് പാസ്സാക്കിയിരുന്നു. അതായത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ രാജ്യത്തിനകത്തെ നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള നിയമവിരുദ്ധമായ ചൂതാട്ടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിന് കനത്ത പിഴ ഏർപ്പെടുത്തുന്നതിനുമാണ് ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ബില്ല് ഇന്നലെ ലോക്സഭ പാസ്സാക്കി, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി. കൂടാതെ ഇന്നലെ ലോക്സഭയിൽ നിർണായകമായിട്ടുള്ള ബില്ല് അവതരണം നടന്നിരുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഗുരുതരമായ കേസുകളിൽ പ്രതി ചേർത്ത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിനകത്താവുകയാണെങ്കിൽ അവരുടെ സ്ഥാനം അസാധുവാകുന്ന നിർണായകമായിട്ടുള്ള ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തുടർന്ന് ബില്ല് പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിക്ക് വിട്ടു. 31 അംഗ സമിതി ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായി ഈ ബില്ല് പരിശോധിക്കും. ഇന്ന് സമാപനം ആവുകയാണ് പാർലമെന്റിൽ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണനാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ ചികിത്സാ വിവരങ്ങൾ മറച്ചുപിടിച്ച് സർക്കാർ. വിദേശത്തും നാട്ടിലെ സ്വകാര്യ ആശുപത്രികളിലും എത്ര തവണ ചികിത്സ നേടിയെന്ന വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് വിവരാവകാശ മറുപടി.
രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും മറ്റും ചികിത്സയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 2,14,30,660 രൂപയെന്ന് വിവരാവകാശ രേഖ പറയുന്നുണ്ട്. ആർക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് മറച്ച് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത്ത് മോഹനനാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രജിത്ത്, 2 കോടിയിലേറെ രൂപ ചെലവാക്കിയുള്ള വിദേശ ചികിത്സ, ഒപ്പം തന്നെ വിദേശത്തും നാട്ടിലെ സ്വകാര്യ ആശുപത്രികളിലും എത്ര തവണ ചികിത്സ നേടി അല്ലെങ്കിൽ ചികിത്സ തേടി എന്നുള്ള വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന വിചിത്രമായ മറുപടിയാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് കൂടുതൽ നമുക്ക് വ്യക്തമാകുന്ന വിവരങ്ങൾ? രാഖി, നമ്മൾ ഈ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സ നേടാതെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലും തുടർച്ചയായി ചികിത്സ നേടുന്ന വാർത്തകൾ സംസ്ഥാന ആരോഗ്യ മേഖല വളരെ സുശക്തമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ആ രീതിയിൽ ചികിത്സ നേടുന്നത് എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശം നൽകിയത്. എന്നാൽ ഈ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് ഇവർ വിദേശങ്ങളിൽ ചികിത്സ നേടിയതോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി ഈ വിവിധ മന്ത്രിമാർ, മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരുടെ ഈ വിവിധ കാലഘട്ടങ്ങളിൽ, അതായത് 2021 7 മാസം മുതൽ നടത്തിയിട്ടുള്ള ചികിത്സകളുടെ വിശദാംശങ്ങൾ, അതിൽ ചികിത്സ എന്ന് പറയുന്നത് രോഗവും ഡോക്ടർമാരുടെ പേരുകളുമൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിവിവരങ്ങളൊന്നും വെളിപ്പെടുത്താതെ ചിലവഴിച്ച തുക നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാണ് ആ ചികിത്സ നടത്തിയത്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിലാണോ സർക്കാർ ആശുപത്രികളിലാണോ അതോ വിദേശത്താണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇങ്ങനെ എല്ലാവർക്കുമായി ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഏതാണ്ട് 2,14,00,000 രൂപയാണ് ചികിത്സയ്ക്കായി ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഏതാണ്ട് 70 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടുമുണ്ട് ചികിത്സ നടത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകമായൊരു വിഷയമുള്ളത് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള രജിസ്റ്ററിൽ അതിൽ ഒരു ഭാഗം, അതായത് 174 എൻട്രികളുണ്ട് ആ രജിസ്റ്ററിൽ. അതിൽ 129ാമത്തെ രജിസ്ട്രിയിലെ മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കുകയാണ് സർക്കാർ. അതായത് അതിൽ മറ്റു ഭാഗങ്ങളിൽ പേരുകളും ചെലവഴിച്ച തുകയും ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് മാത്രം ആർക്കാണ് ആ പേരെന്നുള്ളതോ ആർക്കാണ് ആ പണം ചിലവഴിച്ചത് എന്നുള്ളതോ തുടങ്ങിയിട്ടുള്ള ഒരു വിവരങ്ങളും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 129ാമത്തെ എൻട്രി പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, സംസ്ഥാനത്തെ ആശുപത്രികളിൽ അന്താരാഷ്ട്ര സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ള പറയുമ്പോൾ പണക്കാർ പോലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പലതവണ വിദേശത്തെ ചികിത്സയ്ക്ക് പോയിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ നേടിയതായി തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പൊതുഭരണ വകുപ്പ് നമുക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം വ്യക്തിഗത വിവരങ്ങളാണ് അതൊക്കെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ആ വിവരങ്ങൾ മറച്ചു പിടിക്കുന്നത്. പക്ഷേ ഏത് സ്ഥലത്ത് ചികിത്സ നേടി അല്ലെങ്കിൽ ഏത് രാജ്യത്ത് ചികിത്സ നേടി, ഈ ചികിത്സ നേടിയ ആശുപത്രികളുടെ സ്വഭാവം എന്നിവയൊന്നും വ്യക്തിഗത വിവരങ്ങളല്ലേ എന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ, ആരോഗ്യവകുപ്പിൻ്റെ മുഖം രക്ഷിക്കാൻ, മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ വിവരങ്ങൾ പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ എല്ലാവർക്കും ചികിത്സ നേടിയ വിവരങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഉണ്ട്. അതിൽ ഒരു എൻട്രി മാത്രം മറച്ചു പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളുമൊക്കെ ചികിത്സ തേടിയത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണോ, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ തന്നെയാണോ എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കാൻ ഇപ്പോഴും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അത്തരം വിവരങ്ങൾ പുറത്തു വന്നാൽ ഈ കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോലും വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അവരുടെ ചികിത്സാ വിവരങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ സ്വകാര്യ വിവരങ്ങളാണ് എന്ന പേരിൽ ഏത് രാജ്യത്തെ ചികിത്സ നേടി, ഏത് സംസ്ഥാനത്തെ ചികിത്സ നേടി, അതോടൊപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ചികിത്സ നേടിയെങ്കിൽ ചികിത്സ നേടിയ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളാണോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആശുപത്രികളാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു മറുപടി നൽകാതെ ഒളിച്ചുകളി തുടരുന്നത്. രാഖി, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ ഒരുപക്ഷെ മറച്ചു പിടിക്കാം. അങ്ങനെയാണല്ലോ നിയമം പറയുന്നത്. പക്ഷേ ഏത് സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി അല്ലെങ്കിൽ ഏത് രാജ്യത്ത് ചികിത്സ തേടി, ചികിത്സയുടെ വിശദാംശങ്ങളൊന്നും പറയേണ്ടതില്ല. പക്ഷേ ഇത് ഖജനാവിൽ നിന്ന് പോയ പണമാണ്. ഒന്നും രണ്ടും തുകയല്ല, 2 കോടിയിലേറെ രൂപ ഈ ഖജനാവിൽ നിന്ന് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതറിയാൻ പൊതുജനത്തിന് അവകാശമില്ല എന്ന് പറയുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രജിത്ത്? അത് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല.
അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഈ വിവരാവകാശ രംഗത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉപദേശം തേടിയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഏത് സംസ്ഥാനത്താണ് ചികിത്സ നേടിയത്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് ചികിത്സ നേടിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാകുന്ന ഭാഗങ്ങൾ മറച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. അതിനനുസരിച്ചുള്ള അപ്പീലും നമ്മൾ നൽകിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഏത് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ആശുപത്രിക്ക് ഒരു ഡോക്ടറുടെ പേരാണോ എങ്കിൽ അത് നൽകേണ്ട ആവശ്യം സർക്കാരിനില്ല. കാരണം അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് നമുക്കൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഒരു ആശുപത്രിയുടെ പേരും ഒരു പരിധിവരെ വേണമെങ്കിൽ സർക്കാരിന് മറച്ചു പിടിക്കാം. പക്ഷേ ഏത് സംസ്ഥാനത്തെ ആശുപത്രി എന്നുള്ള വിവരങ്ങൾ സർക്കാരിന് മറച്ചു പിടിക്കാൻ യാതൊരു നിയമപരമായിട്ടുള്ള ബാധ്യതയുമില്ല. അതിനപ്പുറത്തൊക്കെ ഒരു രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആശുപത്രികൾക്കുണ്ട്. ഇനി ഏത് സംസ്ഥാനത്തെ ഏത് ആശുപത്രി എന്ന് പറഞ്ഞാലും ആ വിവരങ്ങൾ മറച്ചു പിടിക്കുന്നത് ആ രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ പുറത്തു വരുന്നതിന് കാരണമാകില്ല. അത് ആ വിവരങ്ങൾ മറച്ചു പിടിക്കേണ്ടത് അല്ലെങ്കിൽ ആ വിവരങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്തമാണ്. അത് ആശുപത്രികൾ തുടരുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എത്ര തവണ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് തന്നെ ചികിത്സ തേടാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവരുടെ കുടുംബാംഗങ്ങളെ അവർ എത്ര തവണ ഈ ആശുപത്രികളിലേക്ക് സർക്കാർ ചെലവിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പ്രജിത്ത് സൂചിപ്പിച്ച ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും നമുക്ക് വിടാം, അവരുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സയും ഖജനാവിൽ നിന്നാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ചെലവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകളിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ അക്കാര്യങ്ങളിലെല്ലാം ഒരു പുകമറ മാറും. കാരണം ഈ കുടുംബാംഗങ്ങളടക്കം എത്ര രൂപ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലേ ഇക്കാര്യത്തിലെല്ലാം ഇവർ ഒരു ഒളിച്ചുകളി നടത്തുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. കാരണം ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്. കാരണം അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടുകയാണെങ്കിൽ അത് ഈ പൊതുജനാരോഗ്യ സംവിധാനത്തോട് ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്തെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ആശുപത്രികളിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാതെ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഡോക്ടർമാരുടെ തന്നെ വെളിപ്പെടുത്തലുകൾ വരുന്നു. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സംസ്ഥാനത്തെ പല ആശുപത്രികളിലും പലതവണ ആരോഗ്യ രംഗത്ത് മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള ഗുണനിലവാര പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തലുകൾ, അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നു. പലയിടത്തും ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഗ്രാമീണ വനവാസി മേഖലകളിൽ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ല എന്നുള്ളത് സംസ്ഥാനത്തെ CPM-ന്റെ MP പോലും ലോക്സഭയിൽ ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽപ്പെട്ട് ആരോഗ്യരംഗം ആകെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർച്ചയായി വകുപ്പിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടും അതിൽ ഒരു സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ അതിനൊരു പ്രതിരോധം ഒരുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോഴാണ് ആരോഗ്യ മേഖലയെ എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെ വിശ്വസിക്കുന്നു എന്നത് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കണക്ക് വിവരാവകാശ രേഖ പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടത്. ചെലവഴിച്ച പണത്തിൻ്റെ രേഖകൾ അവർ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏത് ആശുപത്രി എന്നുള്ള അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെ ആശുപത്രി എന്നതടക്കമുള്ള വിവരങ്ങളാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്. അതിൽ വലിയൊരു ഹൈഡിങ് സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ ഭൂരിപക്ഷവും ചികിത്സ നേടിയിട്ടുള്ളത് സ്വകാര്യ ആശുപത്രികളാണെന്ന് എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് പുറത്തു വരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുന്ന പണം എത്രത്തോളമാണ് എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തത വരും. അതായത് നമ്മുടെ ദേശീയ തലത്തിൽ പോലും നമ്മുടെ രാജ്യത്തെ പല കേന്ദ്രമന്ത്രിമാർ പോലും രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്തുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിദേശത്ത് പോയി ചികിത്സ നടത്തുന്ന സാഹചര്യം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന ആരോഗ്യ മേഖലയെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോലും വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മറച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം തുടരുന്നത്. ആ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിവരാവകാശ നിയമം അടക്കം നോക്കുകുത്തിയായി പോകുന്ന സാഹചര്യം പലപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു പല വിവരങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ചില നൂലാമാലകൾ ചൂണ്ടിക്കാട്ടി വിവരാവകാശ നിയമത്തിലെ ചില ലൂപ്പ് ഹോളുകൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറുന്നത് സർക്കാരും മന്ത്രിമാരും വിവിധ വകുപ്പുകളും ഒക്കെ പതിവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യവും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഒരു ക്ലാരിറ്റിക്ക് തയ്യാറാണോ എന്നുള്ളതാണ്. സർക്കാർ ഒരു വ്യക്തത വരുത്താൻ തയ്യാറാണോ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ചികിത്സാ വിവരങ്ങളിൽ
സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ് എന്നുള്ളതാണ്. വിദേശ ചികിത്സ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തേടിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം സംബന്ധിച്ച് വിവരാവകാശ രേഖയിൽ വ്യക്തമായ മറുപടിയിൽ ആർക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ മറച്ചു പിടിക്കുകയാണ്. പക്ഷേ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലഭ്യമാകുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് 2 കോടിയിലേറെ രൂപ ഇവർ വിദേശ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സന്നിധാനത്തേക്കാണ്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. രാത്രി 10 ഹരിവരാസനം പാടി നടയടച്ചാൽ ഓണം പൂജകൾക്കായി സെപ്റ്റംബർ 3 നട വീണ്ടും തുറക്കും. 12,965 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് നടയടയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു, പക്ഷേ ആ മഴയെ അവഗണിച്ച് നല്ല തിരക്കായിരുന്നു, ഭക്തജന ഒഴുക്കായിരുന്നു. ഇന്ന് അവിടെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? രാഖി, നട തുറന്ന ആദ്യ 3 ദിവസം 20,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇന്നലെ 12,000-ഓളം ഭക്തജനങ്ങൾ, മിനിഞ്ഞാന്ന് 14,000-ഓളം ഭക്തജനങ്ങൾ, 2 ദിവസമായി 12,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നു. ഇന്നും സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്ന ദിവസമാണ്. തിരക്ക് നന്നേ കുറവാണ്. കാലാവസ്ഥയും അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് 2 ദിവസമായി സന്നിധാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ 18-ാം പടി തൊഴുത് കയറി അയ്യപ്പ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ്. തിരക്കൊന്നും കൂടാതെ വളരെ സാവധാനം തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം അയ്യപ്പനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സിദ്ധിക്കുകയാണ്. ഇനി ഓണം പൂജകൾക്കായി സെപ്റ്റംബർ 3-ാം തീയതിയാണ് നട തുറക്കുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ഓണം പൂജകൾക്ക് ഒരാഴ്ചകൾക്കപ്പുറം നട തുറക്കുന്നു എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും വളരെ സുഗമമായ ദർശനം ഈ 2 ദിവസങ്ങളിലായി ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ശബരിമലയിലെ ഭക്തജന പ്രവാഹം സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് 18-ാം പടി തൊഴുത് വണങ്ങി കയറി സാവധാനം ശബരിമല നട ഇന്ന് അടയ്ക്കുകയാണ്. രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം, കാലാവസ്ഥയാണ് ഇന്ന് എന്നുള്ളത് വലിയ ആശ്വാസവും ഒപ്പം ഭക്തർക്ക് അനുകൂലമായ ഒരു സാഹചര്യവും ഒരുക്കുന്നുമുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അവർ അയ്യനെ വണങ്ങി മല ഇറങ്ങുകയും ചെയ്യും. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്തേ.